കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ആണെങ്കിലും കൂടിയിട്ട് ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു വാർത്ത വന്നിട്ട് ഒരു ടെക്നിക്കൽ ടേമാണിത്. ഇപ്പം എന്നെ പലവരും പറയും ശ്വേതാ മേനനെ പോലെ ഉണ്ടെന്ന് പറയും, ശോഭനനെ പോലെ ഉണ്ടെന്ന് പറയും. പഴയ പേരെന്തായിരുന്നു? ഗിരീഷ് പണിക്കർ. നമ്മൾ റെസ്പെക്റ്റ് വാങ്ങുന്നത് നമ്മുടെ എന്നെ ഒരാളും കൂടിയിട്ട് എന്നെ 9 ചാന്ത് പൊട്ടുന്നോ പിന്നെ കൈയടിക്കുകയെ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഏത് പെണ്ണുങ്ങളാണ് 100% പെർഫെക്റ്റ്? ഇപ്പം എന്നെ അത്രയും കണ്ടുപിടിക്കുന്നത് എന്തുകൊണ്ടറിയോ? ഒന്ന് എൻ്റെ ശബ്ദം. പക്ഷേ ഞാൻ യൂറോപ്പിൽ പോയാൽ ദിസ് ഈസ് എ സെക്സി സൗണ്ട്. ഒരാണ് അഥവാ ബെഡിൽ വന്ന് കിടന്നാലും അവൻ ഒരു അക്കട പക്കടയാണെങ്കിൽ ഒറ്റ ചവിട്ട് വെച്ചു കൊടുക്കും. എന്താണ് ഈ അക്കട പക്കട? ആണുങ്ങൾ പെണ്ണുങ്ങളാവുന്ന ആൾക്കാരാണ് കൂടുതൽ കാണിച്ചു കൂട്ടുന്നത്. ശരിക്കും പെണ്ണുങ്ങളാവണമെന്ന് പറയണവരാരും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ജാസിയുടെ ഈ കോൺട്രവേഴ്സി എന്തുകൊണ്ടാണ് വന്നത്? കുറുക്ക് വഴിയിൽ പോയിട്ട് എങ്ങനെയാണ് ആൾക്കാരെ നമ്മൾ പക്ഷെ അവർ കൊടുക്കുന്ന മെസ്സേജ് തെറ്റാണ്. ഞാനും പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും തെറ്റ് ആശയുടെ മേലെയായിട്ട്. ഇവരിതൊന്നും വെളിയിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ദറ്റ് ഈസ് ബാക്ക് സെക്സ് ചെയ്തിട്ട് തൻ്റെ ഫീലിംഗ് ഇങ്ങനെ കാണിച്ചിട്ട് അത് ആരും ട്രോൾ ചെയ്ത് എന്തിനായിട്ടാണ് എനിക്കൊന്നും അറിയില്ല. ജാസി ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കണമെന്ന് എനിക്കൊരു ഭയങ്കര ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ആരും ഒന്നും പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രാൻസ്ജെൻഡറായിട്ട് മാറിയത് ഒരു തെറ്റാണോ? പൊക്കി നോക്കാൻ പറ്റും എല്ലാവരെയും പോയിട്ട്. ഞാൻ ഓപ്പറേഷൻ ചെയ്യുമോ ചോദിച്ചാൽ ചെയ്യുമെന്ന് പറയും, പിന്നെ ഒരു സ്ഥലത്ത് ചെയ്യില്ല എന്ന് പറയും. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ കണ്ട ദേഷ്യം. പിന്നെ ഈ അഭിനയം കയ്യും കലാശമൊക്കെ കാണിച്ചിട്ട് കണ്ണക്കുരുട്ട് അതേ ഞാനേ ഇത് ചാന്ത് പൊട്ടിലൊക്കെ കാണിച്ച ആ ഒരു ഞാൻ പെണ്ണാണ് നീ ആണാണ്. പക്ഷെ ഇതിൽ ആരാ പെണ്ണെന്ന് ദൈവത്തിന് അറിയാം. ഇപ്പം നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്തു ജാസീനിയും ജാസിനിയും. ആശി എപ്പോഴെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നും അറിയുമോ? ഏറ്റവും കൂടുതൽ പൈസ ലോകത്തിൽ ഏറ്റവും കിട്ടുന്നവരാർക്കറിയോ? ആരാണ്? ഷീ വിമൻ എന്ന് പറഞ്ഞിട്ട്. ഈ റിലേഷൻഷിപ്പിൽ ടോപ്പ് ബോട്ടം എന്നൊക്കെ ഉണ്ട്. എനിക്ക് അവളെ കണ്ടിട്ട് സ്വയപ്പെടണം. എന്താ എനിക്കില്ലാത്തത്? നമ്മൾ പെർഫെക്റ്റാണ് മറ്റുള്ളവരെ പറയാൻ. കർമ്മ 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 ഇതെവിടെ നിന്ന് വന്നതാണ് കർമ്മ. ഇപ്പോൾ രഞ്ജുമാരൊക്കെ എൻ്റെ ഭയങ്കര ഗുഡ് ഫ്രണ്ടാണ്. അപ്പോൾ അവരെല്ലാവരും മാന്യമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ അവർ പെണ്ണായി മാറിയിരിക്കുന്നത്. അത് ഓപ്പറേഷൻ ചെയ്യാൻ ഒരുപാട് പൈസ വേണം. 10-12 ഓപ്പറേഷനൊക്കെ ചെയ്താലേ പെണ്ണുങ്ങളാവും. ഇത് ഒറിജിനൽ അല്ല. അത്ര നീളത്തിൽ വളരാൻ എനിക്ക് ഡാൻസറല്ലേ, ഞങ്ങൾക്കൊക്കെ ഇതുപോലെ പിന്നീടണ്ടേ. ഇപ്പൊ എൻ്റെ ബോംബെയിൽ ഉണ്ടായിരുന്ന എൻ്റെ ഏറ്റവും വലിയ മദർ മഞ്ജുള എന്നാണ് പേര്. അവയൊരു മലയാളിയാണ്. ഹായ് നമസ്കാരം, ഇറ്റ്സ് മീ ഷിബിങ്ങാൻസൻ ബറുവ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈ മീഡിയ ഒറിജിനൽസ്. ഒരു സ്ത്രീ പുരുഷ ശരീരത്തിലേക്ക് മാറുക, അല്ലെങ്കിൽ ഒരു പൂർണ്ണ പുരുഷൻ സ്ത്രീ ശരീരത്തിലേക്ക് പൂർണ്ണമായിട്ട് മാറുക, അല്ലെങ്കിൽ സ്ത്രീ മനസ്സിലേക്ക് മാറുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും അതിൻ്റെ വേദനകൾ എന്തെന്ന് പറയാനും അതിൻ്റെ നൊമ്പരങ്ങൾ എന്താണെന്ന് അറിയിക്കുവാനും സാധിക്കുകയുള്ളൂ. പുരുഷനിൽ നിന്നും സ്ത്രീയിലേക്ക് മാറുന്ന ഒരു വ്യക്തി സ്ത്രീയായിട്ട് അറിയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ട്രാൻസ്ജെൻഡർ എന്ന രീതിയിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലാണ് പലരും സംസാരിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി ഇന്ന് എന്നോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ദ സീനിയർ മോസ്റ്റ് ട്രാൻസ്ജെൻഡർ മാലിക പണിക്കരാണ്. ചേച്ചി സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ നിലവിൽ 30 വർഷമായിട്ട് സിംഗപ്പൂരിൽ സെറ്റിൽഡായിട്ട് ജീവിക്കുകയാണല്ലേ? കലാക്ഷേത്രത്തിൽ പഠിച്ചതാണ്. ഡാൻസ് ടീച്ചറാണ് പ്രൊഫഷണലി. ആൻഡ് 30 വർഷമായിട്ട് സിംഗപ്പൂരിൽ. ഒരു പുരുഷൻ സ്ത്രീയിലേക്ക് മാറുന്നതിന് വേണ്ടിയാണല്ലോ ഓപ്പറേഷൻ ചെയ്യുന്നതും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർജറികളും കാര്യങ്ങളും ചെയ്യുന്നതും. മാനസികമായിട്ടും ശാരീരികമായിട്ടും സ്ത്രീയിലേക്ക് മാറാൻ വേണ്ടിയാണ് ഒരു പുരുഷൻ അത് ചെയ്യുന്നത്. എന്നാൽ സ്ത്രീയിലേക്കായതിനു ശേഷവും സ്ത്രീ എന്നറിയപ്പെടാൻ പലർക്കും താല്പര്യമില്ല. ട്രാൻസ്ജെൻഡർ എന്നറിയപ്പെടുക എന്നതാണ് താല്പര്യമെന്നാണ് പലരും പറയുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ചേച്ചിയുടെ, കാരണം സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, 53 വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീ എന്ന രീതിയിൽ ചേച്ചിക്ക് സ്ത്രീ എന്നറിയപ്പെടാനല്ലേ താല്പര്യം? ആണ്. അതിനാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട്. തെറ്റിദ്ധാരണകൾ പലതും ഉണ്ട്. കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ആണെങ്കിലും കൂടിയിട്ട് ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു വാർത്ത വന്നിട്ട് ഒരു ടെക്നിക്കൽ ടേമാണത്. അത് നമ്മളൊരു ടെക്നിക്കലായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറയുമ്പോൾ നമുക്കിപ്പോൾ വെണ്ടയ്ക്ക് ഒരു പേരുള്ള പോലെ മത്തങ്ങയ്ക്ക് ഒരു പേരുള്ള പോലെ അതൊരു പേരാണ് അത്. ബട്ട് അത് വന്ന് നമ്മൾ ഒരാൾക്കാർക്ക് നമ്മൾ ഇതൊരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയാണ് ഞങ്ങൾ പറയാം. LGBT കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു മൊത്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്കാണ് അവർ തേർഡ് ജെൻഡർ എന്നും പറഞ്ഞിട്ടും അങ്ങനെ ഒരു അത് വന്നിട്ട് ലീഗലായിട്ട് അവർക്ക് പാസ് ചെയ്യാനും അതിനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു മനുഷ്യനല്ലേ,
പിന്നെ നോക്കൂ, ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ, ഇപ്പോൾ രാജ്യങ്ങളായാലും ശരി, നമ്മുടെ ഡൽഹിയിലും പിന്നെ മദ്രാസിലും അവിടെ ഇവിടെയൊക്കെ തമിഴ്നാടും അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് മറ്റുള്ള സ്ഥലത്തിലൊക്കെ അവർക്കൊക്കെ ഒരു പേരുണ്ട്. ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ കിന്നർ എന്ന് പറയും, ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ അവർക്ക് തിരുനങ്കൈ, തിരുനമ്പി, അങ്ങനെയൊക്കെയാണ് അവർ. തിരുനങ്കൈ, തിരുനമ്പി അല്ലേ? വലിയൊരു ആൾക്കാരാണ് അവരൊക്കെ പേര് അതിന് കൊടുത്ത് അത് അംഗീകരിച്ച് ഇന്ന് കമ്മ്യൂണിറ്റിയിൽ നമ്മളൊരു ന്യൂസ് വായിക്കുമ്പോൾ എല്ലാത്തിലും അതിന്. പക്ഷെ ഞാനിതിന് കുറച്ചു കാലം മുമ്പ് നമ്മുടെ ഇവിടുത്തെ സംഘടനകാരോട് പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് ഒരു നല്ലൊരു പേര് സജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇതുപോലെ ഇപ്പം നമുക്ക് മലയാളത്തിൽ ഇത്രയും ശാസ്ത്രോക്തമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പേര് കണ്ടുപിടിക്കാൻ വലിയ കഷ്ടമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്കൊരു പേര് കിട്ടും. മാറിയ ആൾക്കാരും ഇപ്പം ആ ഒരു സ്റ്റേജിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഒരു നല്ലൊരു മലയാളത്തിൽ ഒരു പേര് കൊടുക്കുക. അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ അംഗീകരിക്കാനും പറയാനും. ഈ ഒരു ഇംഗ്ലീഷ് വാർത്ത, ഇപ്പോൾ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെടില്ല ആർക്കും സംസാരിച്ചാൽ. അപ്പോൾ ഇത് മാത്രം എന്തിനാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ട്രാൻസ്ജെൻഡർ എന്നുള്ള വാർത്തയെ വേണ്ട. രണ്ടാമത് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും അതൊരു കൺവീനിയൻസ് ആയിട്ടും അവർക്ക് എങ്ങനെയാണ് അതിനെ വളച്ചൊടിച്ചെടുക്കാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ ഒരുപാട് പോകുന്നത്. എനിക്ക് തോന്നുന്നത് പിന്നെ എന്താ പറയുക, നമ്മുടെ ഈ മൂന്നാം ഇണെന്ന് പറയുമ്പോൾ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ ഇവരിലൊക്കെ ക്യൂ ജാസ്തിയല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവരുടെ ക്യൂവിലെ ആൾക്കാർ കമ്മിയാണ്. അപ്പോൾ ആൾക്കാർ അതൊരു പേരെടുത്തിട്ട് മാറുന്നില്ലയോ എല്ലാവർക്കും അതൊരു കാര്യമായിട്ട് എടുത്തിട്ട് സത്യമായിട്ട് പോകുന്നവരുണ്ട്, അതിനെ ദുഷ്പ്രയോഗം ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ സിംഗപ്പൂരിൽ ഈ ഒരു പിന്നെ കാര്യം എടുത്ത് തന്നെ ഭയങ്കര ഒരു ലീഗലായിട്ടാണ്. ലീഗലും പറയും മാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അവർ നമുക്കിതിനൊരു സ്ഥാനം തന്നിട്ടുണ്ട്. എന്താണ് സ്ഥാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പെണ്ണും ആണും അത്രയേ ഉള്ളൂ. പക്ഷേ അവര് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല, അങ്ങനെ അതും ഇല്ല. ഈ ഗേസ് ഇല്ല, ലെസ്ബിയൻസ് ഇല്ല, പേരിന് പറയും. പക്ഷെ അവരാർക്കും അവിടെ ഒരു അംഗീകാരം അവർ കൊടുത്തിട്ടില്ല. ജനനം പാലക്കാട്, പിന്നെ ജനിച്ചത്. അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്തോണ്ട്? അച്ഛൻ എയർഫോഴ്സിലായിരുന്നു, അമ്മ ഹൗസ് വൈഫായിരുന്നു. തിരിച്ചറിയുന്നത് എപ്പോഴാണ്? ഞാനൊക്കെ ചെറിയ വയസ്സ് 3 വയസ്സിലൊക്കെ എനിക്കറിയാം. 3 വയസ്സിലറിഞ്ഞോ? ഒരു ആണിനെ കണ്ടാൽ ഞാൻ തള്ളി നിൽക്കും, ആണിനെ തൊടാൻ സമ്മതിക്കില്ല, കുട്ടികളുടെ കൂടെ പോയി കളിക്കില്ല, ആൺകുട്ടികളുടെ കൂടെ കളിക്കില്ല, എപ്പോഴും കിച്ചണിലും അമ്മയുടെ കൂടെയും ഇങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ അമ്മ അങ്ങനെയൊന്നും മറ്റുള്ളവരെ പോലെ പിന്നെ ഉടുപ്പിട്ടിട്ട് നടത്തുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് മാറി എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ശരിക്കുള്ള ഒരു ആൺകുട്ടിയുടെ ജീവിതം തന്നെയാണ് എനിക്കുണ്ടായിരുന്നത്. ഫസ്റ്റ് ഒന്നും അറിയണം, നമുക്ക് ഇങ്ങനെ ഒരു മാറാന്നുള്ള ഒരു ഇതന്നെ നമുക്ക് അറിയില്ലല്ലോ. ഞങ്ങളുടെ കാലഘട്ടത്തിലൊന്നും 70s അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ ഒരു പിന്നെ അലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ പിന്നെ ആര് ഹിജഡകളെയൊന്നും നമ്മൾ കണ്ടിട്ടും കൂടിയില്ല. അലി എന്ന് പറയുന്നത് മനസ്സിലായില്ല. അലി പറയണത് രണ്ടുപേരെയും പറയും, പിന്നെ ഹിജഡ എന്നും പറയും, അലി എന്നും പറയും. അലി എന്ന് പറയുന്നത് എവിടെയാ? നമ്മുടെ ജനറലായിട്ട് അവർ അത് എനിക്ക് നമ്മുടെ ഈ കുറേ വാർത്തകളൊക്കെ വന്നിട്ട് നോർത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. ഈ അവർ പറയും പാമ്പെടുത്തിമ എന്നൊക്കെ പറയും, പാവപ്പെടുത്തിമ, അത് ഹിന്ദി വാർത്തയാണ്. സോ അവിടുന്ന് വന്ന കുറേ ആ ഒരു ലാംഗ്വേജാണ് ഇവിടെയും അവർ ബേസിക്കായിട്ട് ആക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ വളരെ പിന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലൊന്നും ഇല്ല. അതെ, കേരളത്തിലുള്ളവരും കൂടി തമിഴ്നാട്ടിലോട്ടായിരുന്നു പോകുന്നത്. ആക്ച്വലി നമ്മൾ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്ന എല്ലാ പിന്നെ ഹിജഡകളും എല്ലാവരും അവിടെ ടോപ്പായിട്ട് ഇരിക്കുന്നില്ലേ. ഇപ്പം എൻ്റെ ബോംബെയിലുണ്ടായിരുന്ന എൻ്റെ ഏറ്റവും വലിയ മദർ മഞ്ജുളാമ്മ എന്നാണ് അവരുടെ പേര്. അവരൊരു മലയാളിയാണ്. അവർ കന്യാകുമാരിന്ന് അവിടുന്ന് വന്ന ആൾക്കാരാണ്. സോ ആക്ച്വലി ഇവരെല്ലാവരും എന്ത് ചെയ്യും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഓടിപ്പോവും ബോംബെയിലേക്ക്. വണ്ടി കയറിയിട്ട് കള്ളവണ്ടി കയറിയിട്ടോ ഇങ്ങനെയാ അവർ ഓടിപ്പോവും. പിന്നെ ഇവിടെ ഒന്നും കൊന്നുകളയില്ലേ, അങ്ങനെയൊന്നും ഒരു കാര്യങ്ങൾ. അപ്പം എൻ്റെ ജീവിതത്തിലൊന്നും അത് അറിയില്ല. ഇപ്പോൾ പുരുഷന്മാരുടെ ഒരു കാര്യത്തിന് കളിക്കാനൊന്നും വിളിച്ചാലൊന്നും ഞാൻ പോവില്ല.
പിന്നെ കുളിക്കുന്ന സമയത്തും കൂടിയിട്ട് ഞാൻ പുഴയിലെല്ലാം പോയാൽ കൂടെ ഞാൻ പിന്നെ അവരൊക്കെ മറ്റേ എൻ്റെ മാമൻ്റെ മക്കളൊക്കെ കൂടെ എൻ്റെ ഉണ്ട്. അവരൊക്കെ വന്നിട്ട് ട്രൗസറൊക്കെ ഊരിയിട്ട് പുഴയിൽ ചാടും എല്ലാം ചെയ്യും. ഞാൻ ചെയ്യില്ല. ഞാൻ അപ്പോഴും ഒരു തോർത്ത് കെട്ടിയിട്ട് അല്ലെങ്കിൽ ട്രൗസർ ഇട്ടിട്ട് മാറ്റുമ്പോൾ തന്നെ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ, കുളത്തിലും ഇവിടെയൊക്കെ ഒരു മുണ്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ എല്ലാം ഒന്ന് ഓപ്പൺ. ചെറിയ കുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ, അവർ മാറ്റിയിടും. പക്ഷെ ഞാനങ്ങനെ ചെയ്യില്ല. ചെറുപ്പത്തിൽ ഒരു ഫോട്ടോ ഉണ്ട്, പക്ഷെ അത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ 2 മാമേമ്മൻ്റെ മക്കൾ അപ്പുറത്തപ്പുറത്ത് നിൽക്കുന്നുണ്ട്. 2 പേരും ഇങ്ങനെ കാലിങ്ങനെ പെപ്പരവേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ മാത്രം കാലിങ്ങനെ ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് നിൽക്കണം. അപ്പം തന്നെ അത്രയും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലിംഗം കൂടി ഞാൻ കാണിച്ചിട്ടില്ല അതിൽ. നീക്കടായിട്ട് നിൽക്കുക, പക്ഷെ ഇങ്ങനെ നിൽക്കുള്ളൂ. സർജറി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, സർജറി ചെയ്യാൻ പോവുകയാണ്, ഇല്ല പോകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പലരും പല രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് വെളിയിൽ. ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഒരു മിഥ്യാധാരണയാണ് എല്ലാവർക്കും. കൃത്യമായിട്ട് ഇതെന്താണ്, ഇതെങ്ങനെയാണ് സംഭവം എന്നതിനെക്കുറിച്ച് ആർക്കും തന്നെ. അപ്പോൾ ആദ്യം സത്യം പറഞ്ഞാൽ 2010 സർജറി ചെയ്ത ആളാണ്, അതും സിംഗപ്പൂരിലാണല്ലേ ചെയ്തിരിക്കുന്നത്. ഞാൻ തായ്ലൻഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത്രത്തോളം അതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സ് എടുക്കുന്നതിൻ്റെ മുമ്പ് ഈ പറയും നമ്മൾ എങ്ങനെയാണ് ഇത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു വികാരങ്ങൾ വരുന്നു. ഇപ്പോൾ ചിലവരൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് ഓപ്പറേഷൻ ചെയ്യാൻ ഒരുപാട് പൈസ വേണം. പിന്നെ രണ്ടാമത് അവർ പറയുന്നത് 10-12 ഓപ്പറേഷനൊക്കെ ചെയ്താലേ പെണ്ണുങ്ങളാവുള്ളൂ. തെറ്റാണ്. സർജറിയുടെ അതെങ്ങനെയാണ് ഒരു പ്രൊസീജിയർ, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് തുടങ്ങുന്നത്? തുടങ്ങുന്നത് വന്നിട്ട് നമ്മൾക്ക് അതിന്റെ പ്രൊസീജിയർ പറഞ്ഞല്ലോ, അതായത് 12 ഓപ്പറേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും തെറ്റിദ്ധാരണകൾ. കൃത്യമായിട്ടൊരു എന്താണ് അതിന്റെ രീതി, പ്രൊസീജിയർ? ആക്ച്വലി വന്നിട്ട് 2 ഓപ്പറേഷനേ വേണ്ടു. ഒരു നമ്മുടെ ആണുങ്ങൾക്ക് മാറാൻ 2 ഓപ്പറേഷൻ മതി, മേലെയും താഴത്തും. ഈ മേലെന്ന് പറയണത് ചിലവർക്ക് ഓട്ടോമാറ്റിക്കലി ഹോർമോൺസ് കഴിച്ചിട്ട് വളരും, ചിലർ ഇഞ്ചക്ഷൻ ചെയ്താൽ വളരും. അത് എത്രത്തോളം നിങ്ങളുടെ പിന്നെ ദേഹത്തിൻ്റെ ഓരോരുത്തരുടെ വെച്ചിട്ടാണത് വരിക. താഴത്തുള്ള സർജറി എന്ന് പറയണത് തൻ്റെ 2 വിധത്തിൽ സർജറി ഉണ്ട്. അപ്പോൾ അത് ഒന്ന് വന്നിട്ട് കുടലെടുത്ത് ചെയ്യുന്നതുമുണ്ട്. അപ്പോൾ ചിലവർക്ക് വന്നിട്ട് ഈ പീനസ് എന്ന് പറയുന്ന സാധനം വളരെ ചെറുതായിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് അതിന് സ്കിന്നെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സ്കിന്നിനെ റിവേഴ്സ് ചെയ്ത് ചെയ്യുന്നതാണ് SRS എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കിന്ന് നിങ്ങൾക്ക് ആവശ്യത്തോളം ഉണ്ടെങ്കിൽ അതൊരു നല്ല ഡെപ്ത് കിട്ടും. അപ്പോൾ ഒരു ആണിൻ്റെ കൂടെ നമ്മൾ സെക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സർട്ടൻ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അപ്പോൾ അവർ പെണ്ണായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ആണിന് വേണ്ടത് എന്താണ്? എല്ലാം ദോരമാണ് പറഞ്ഞിട്ട് എല്ലാം ദോരാക്കാൻ പറ്റില്ലല്ലോ. പെണ്ണാവുന്ന സമയത്ത് എല്ലാത്തിനും ഒരു പർട്ടിക്കുലർ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആനസെക്സ് എന്ന് പറയണത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഡേഞ്ചറസിൽ പോകും. രണ്ടാമത് ഞാനൊരു കാര്യം പറയാം. ഈ പ്രൊഫസർ രത്നം ഇത് എടുക്കുന്ന സമയത്ത് സൈക്കോളജി ടെസ്റ്റ്, നമ്മുടെ സൈക്കാട്രിക് ടെസ്റ്റിന് പോകണം കറക്റ്റായിട്ട്. അത് കഴിഞ്ഞിട്ട് ക്രോമസോൺ ടെസ്റ്റ് എന്നൊന്നുണ്ട്. ആ ടെസ്റ്റ് എങ്ങനെ എടുക്കുന്ന ആർക്കും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ലിംഗത്തിൻ്റെ പീനസിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ട്യൂബ് ഇട്ടിട്ട് ഉള്ളിൽ പോയിട്ട് അവിടുന്ന് നമ്മുടെ ബീജത്തിന് അവർ ഇഴുത്തെടുക്കും. ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഇത് സെറിഞ്ച് വെച്ചിട്ട് ഇഴുത്തെടുക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ബീജം ഉണ്ടല്ലോ, അതിനെ നിങ്ങളെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ക്രോമസോണിൽ എത്ര പെണ്ണുങ്ങളുണ്ട് എത്ര ആണുങ്ങൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട്. പെണ്ണുങ്ങളുടെ ഇത് ജാസ്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ അവർ സക്സസ് ആക്കാൻ തരും, ഇല്ലെങ്കിൽ തരില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് ഓരോരുത്തരും. ഇപ്പോൾ ചേച്ചിയുടെ അങ്ങനെ ചെയ്തപ്പം ചേച്ചിയുടെ പെണ്ണിൻ്റെ അംശം കൂടുതലായിരുന്നു. തായ്ലൻഡിലൊക്കെ വരുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ അഡ്വാൻസായി. പക്ഷെ ഫസ്റ്റ് ചെയ്യുന്ന എൻ്റെയൊക്കെ സീനിയേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്. ജർമ്മനിയിൽ ആദ്യമായിട്ട് ചെയ്തവർ ജർമ്മനിയിലുണ്ട്. അവരെയൊന്നും മാറി വന്നിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയൊന്നും നിങ്ങൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയില്ല. ഈ ട്രാൻസ്ജെൻഡർ വാർത്ത യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ അവരൊക്കെ നമ്മുടെ ഈ മാറിയ ആൾക്കാരാണെന്ന് പറയത്തില്ല. അത്ര പെർഫെക്റ്റ്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് അവരുണ്ട്, സൂര്യ. അവർ ലണ്ടനിൽ കല്യാണം കഴിച്ചു, ഒരു വെള്ളക്കാരനെ കല്യാണം കഴിച്ചിട്ട് 2 പ്രാവശ്യം കഴിച്ചു. ആദ്യം കല്യാണം കഴിച്ചാൽ ഇവരെന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് പിന്നെ അയാളെ തന്നെ തിരിച്ചും കഴിച്ചിട്ട് ഇന്ന് സൂര്യ രാമയ്യ എന്ന് പറഞ്ഞിട്ട്, ലണ്ടൻ സൂര്യ എന്ന് പറഞ്ഞിട്ട് ലണ്ടനിൽ നിന്ന് അവരെ ഒട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പ്രൊഫസർ രത്നം അന്ന് എഴുതി വെച്ചതിൻ്റെ ആ ഒരു കാര്യം കൊണ്ടാണ്
ഇന്നുള്ള ഡോക്ടേഴ്സിന് ഈ സർജറി ഇത്രയും ഡെവലപ്പായിട്ട് പോയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഓപ്പറേഷൻ പറഞ്ഞു പൈസ ജാസ്തി, പക്ഷേ ഏറ്റവും എക്സ്പെൻസീവ് ഓപ്പറേഷൻ എന്ന് പറയണത് ഇല്ല, ആ ഇപ്പോഴത്തെ ഏറ്റവും എക്സ്ട്രീം ഓപ്പറേഷൻ എന്ന് പറയണത് ഇപ്പോൾ വന്നിട്ട് എങ്ങനെയും ഒരു 25-30 ലക്ഷം. അത് എക്സ്ട്രീം ഓപ്പറേഷൻ. അതെങ്ങനെയാ പറഞ്ഞാൽ നിങ്ങളൊരു പെണ്ണിനെയും ആണിനെയും പെണ്ണും ഇനി ഒരു പെണ്ണും ശരിക്കുള്ള പെണ്ണും ഇവരെയും വെച്ചിട്ട് നിങ്ങൾ അവരുടെ വെർജനെ ടെസ്റ്റ് ചെയ്താൽ ഒരു വ്യത്യാസം കാണില്ല. അത്രയും പ്യുവറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അക്കട പക്കട എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇവിടെയും ഇല്ല അവിടെയും ഇല്ല, ഞാൻ അങ്ങനെ പറയാം. അക്കട പക്കട ഇവിടെ ഇല്ല അവിടെ ഇല്ല, ഇവിടെയും ഇല്ലാണ്ട് അവിടെയും ഇല്ലാണ്ട് പോകുന്ന ആൾക്കാർ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലവരും ഉണ്ടല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ പിന്നെ ഞാൻ പെണ്ണാവണമെന്നും പറയുന്നുണ്ട്. ഞാൻ ആണുങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾ പെണ്ണുങ്ങളാവുന്ന ആൾക്കാരാണ് കൂടുതൽ കാണിച്ചു കൂട്ടുന്നത്. പെണ്ണുങ്ങൾ ആണുങ്ങളാവണവർ ഭയങ്കര ഒരു പോയിസ്റ്റാണ്. അവർ അവരുടെ കമ്മ്യൂണിറ്റീൻ്റെ ഒരു റെസ്പെക്റ്റും വളരെ ഇതാണ്. അവർ പെരുമാറുന്നതും ഒരു ഭയങ്കര ഡിഗ്നിഫൈഡ് ആയിട്ടാണ്. ആണുങ്ങൾ പോലെ തന്നെയാണ്, കാട്ടിക്കൂട്ടത്തൊന്നുമില്ല. അപ്പോൾ അവർ എത്ര തന്നെ ഹോർമോൺസ് എടുത്താലും എന്ത് ചെയ്താലും താടി വളർത്താലും ആ ഒരു നല്ലൊരു മെജസ്റ്റിക് കാര്യങ്ങൾ അത് ഞാൻ പൂർണ്ണമായിട്ട് ഇവിടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. ഞാൻ മലേഷ്യയിലും കണ്ടിട്ടുണ്ട്, സിംഗപ്പൂരിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ആണുങ്ങൾ പെണ്ണുങ്ങളാവണവരാണ് ഈ ഒരുപാട്. അതിലെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പെണ്ണുങ്ങളാവണമെന്ന് പറയണവരാരും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഈ കാട്ടിക്കൂട്ടങ്ങളൊന്നും കാണിക്കില്ല. അല്ല, എന്താണ് കാട്ടിക്കൂട്ടങ്ങൾ? അത് വ്യക്തമായിട്ട് ആരെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കിപ്പോൾ എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ജാസി എന്ന് പറഞ്ഞിട്ട് ആരും ഒരു എൻ്റെ ഭയങ്കര ജൂനിയറാണ്, പക്ഷെ അവരുണ്ട്. ഈ ജാസി എന്ന് പറഞ്ഞവർ ഒരാൾ. പക്ഷെ അല്ലാണ്ട് മറ്റുള്ളവരെല്ലാവരും ഞാൻ അറിഞ്ഞത്തോളം ഞാൻ 2017 തുടങ്ങിയിട്ടാണ് ഇവിടെയുള്ള ഇപ്പോൾ രഞ്ജുമാരൊക്കെ എൻ്റെ ഭയങ്കര ഗുഡ് ഫ്രണ്ടാണ്. അപ്പോൾ അവരെല്ലാവരും മാന്യമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ അവർ പെണ്ണായി മാറിയിരിക്കുന്നത്. സൂര്യ ആവട്ടെ, അപ്പോൾ അവരൊക്കെ എന്നെ അമ്മ എന്ന് വിളിക്കും. ഇപ്പോൾ രഞ്ജു ഒക്കെ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ അത്രയും ഡിഗ്നിഫൈഡ് ആയിട്ട് വന്നത് കൊണ്ടാണ് ഇന്ന് അടുത്ത തലമുറയിലെ ആൾക്കാർ. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ ദോവയിൽ വരുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടിയിട്ട് അന്ന് ഈ രൂപത്തിലാണല്ലോ ഞാൻ വന്നത്. അപ്പോൾ പെണ്ണെങ്ങനെ ആയി, അപ്പോൾ എന്നെ കണ്ടിട്ട് അപ്പോൾ അന്ന് അവിടെ കണ്ടസ്റ്റൻസ് എല്ലാവരും താടിയും മീശയും ഒക്കെ ആയിരുന്നു. അവർ സ്റ്റേജിൽ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നെട്ടിപ്പോയി. അവരെല്ലാവരും മേക്കപ്പും കാര്യങ്ങളൊക്കെ വളരെ സൂപ്പറായിരുന്നു. പക്ഷേ അവരെ ഞാൻ ബാക്ക് സ്റ്റേജും കണ്ടിട്ടുണ്ടേ വന്ന ദിവസം. അപ്പോൾ ഇവരെല്ലാവരും എന്താ പറയുക, നമ്മളെ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ, ഇത്രയൊക്കെ ആവാൻ പറ്റുമോ, ഇങ്ങനെ നമുക്കൊരു പെണ്ണായിട്ട് മാറാൻ പറ്റുമോ? പക്ഷെ അത്രയും ഒരു എക്സ്പെക്റ്റേഷനോടെ ഒരാളെ നമ്മൾക്ക് നോക്കുന്ന സമയത്ത് അവർക്കത് പെണ്ണാവണം പറഞ്ഞിട്ട് അവർ പെണ്ണും ആയിട്ടുണ്ട്. പെർഫെക്റ്റ്, അവർ എന്തൊരു സുന്ദരികളായിട്ടാണ് മാറിയിരിക്കുന്നത്. പക്ഷെ അവരാരും പിന്നെ ഇപ്പുറത്തും അപ്പുറത്തും ആയിട്ടല്ല. കുറുക്ക് വഴിയിൽ പോയിട്ട് എങ്ങനെയാണ് ആൾക്കാരെ നമ്മൾ, പക്ഷെ അവർ കൊടുക്കുന്ന മെസ്സേജ് തെറ്റാണ്. ആൾക്കാർ വെറുപ്പിക്കുന്നു. ഇപ്പം ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ജാസിയുടെ കാര്യം എടുത്തു നോക്കിയാലും ജാസിയുടെ ഈ കോൺട്രവേഴ്സി എന്തുകൊണ്ടാണ് വന്നത്? ഒരാണിന് വേണ്ടിയിട്ട് തൻ്റെ ഉമ്മ പറഞ്ഞിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളിലാണല്ലോ ഈ ഒരു കോൺട്രവേഴ്സി ഇത്രയും നടന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആളിന് ഇതുവരെയും ഞാൻ ആർക്കും പറഞ്ഞിട്ടുമില്ല. ഒളിഞ്ഞു ജീവിക്കല്ല. അല്ല, വിവാഹിതയാണോ? ഞാൻ വിവാഹിത എന്ന് പറഞ്ഞാൽ ഞാൻ ലീവിങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വിവാഹം എന്നുള്ള ഒരു കാര്യം. ജർമ്മനാണ്. ജാസി ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കണമെന്ന് എനിക്കൊരു ഭയങ്കര ഒരു ഫീലിംഗ് വരുന്നുണ്ട്. എന്താ പറഞ്ഞാൽ നമ്മൾക്കും നടക്കാൻ ഇപ്പം നമ്മളെ ഇപ്പം ഇവർ കാണിക്കുന്നത് കാണുമ്പോൾ മീഡിയയിൽ കൂടുതൽ ആരെയും കാണുമെന്ന് പറഞ്ഞാൽ ആ വെറുപ്പാണ് ചിലപ്പോൾ നമ്മുടെ ഇവിടെ കാണിക്കും, ഇല്ലേ? ഇപ്പം നാളെ ഇതേപോലെ തന്നെ ഇനി ഒരു കുട്ടിയുടെ ഇപ്പം തൻ്റെ ആമക്കളെ എല്ലാവരെയും തൻ്റെ അമ്മമാരെ നീ വിട്ടുകൊടുക്കില്ല. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനി ഉമ്മമാർക്ക് ഇനിയും സന്ദേഹമാവും. ആരുടെ ഇവർ പഴകുന്നത് ഇനിയും കണ്ണിൽ എണ്ണ ഇട്ടിട്ട് നീ നോക്കാൻ നിൽക്കും. എന്താ പറഞ്ഞാൽ ഈ ഇവരുടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചെടുക്കാൻ നോക്കാൻ അത്ര ഈസി അല്ല. പല കാര്യം ഉണ്ടാവും. എന്താണ് ജാസ്യാശി ചെയ്യുന്ന തെറ്റ് എന്താണ് എന്നാണ് ചേച്ചിക്ക് തോന്നുന്നത്? സ്നേഹവും ലവും പറഞ്ഞു കാണിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു,
ദാനം കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു ദാനം ഈ കൈ കൊടുത്തത് ഈ കൈ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാലാണ് ദാനം അല്ലേ? ഇപ്പൊ ഇവര് ചെയ്യുന്നത് തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു പാർട്ട്ണർ വേണം, താൻ അത്രയും സ്നേഹമാണ്. അപ്പൊ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാനും അറിയണം, അത് ഇല്ലെങ്കിലും ജീവിക്കാൻ അറിയണം. അല്ല, ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ചേച്ചി അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട തെറ്റായിട്ട് ചേച്ചി കാണുന്നത് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയസ്സിന് താന്ന ഒരാളെ നമുക്ക് വരുമ്പോൾ തന്നെ കുറച്ച് ആലോചിക്കണം. ഇപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ ആക്ട്രസസ് ഒക്കെ കല്യാണം കഴിച്ചു. പക്ഷെ അവരൊരാണും പെണ്ണായിട്ട് ഇപ്പോൾ പിന്നെ നമ്മുടെ ക്രിക്കറ്റ് പ്ലേയേഴ്സ് അവരൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഒരു ആണും പെണ്ണായിട്ടാണ് കല്യാണം കഴിച്ച് ജീവിച്ചിരിക്കുന്നത്. ഞാനും പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും തെറ്റ് ആശയുടെ മേലായിരുന്നു. സ്നേഹിച്ചത് തെറ്റല്ല കേട്ടോ, പക്ഷെ ഇവരിതൊന്നും വെളിയിൽ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം. പക്ഷെ ഇതിങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊരു ഹസ്ബൻഡും വൈഫും ആണെന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല. ഏതാണും പെണ്ണാണോ കൊണ്ടുവരണത്? അല്ല, ഇപ്പം നിലവിൽ ഒരുപാട് എന്താ പറയുക, കുടുംബ വ്ളോഗർമാർ ഒരുപാട് പേരുണ്ട്. മല്ലു ഫാമിലി, അങ്ങനത്തെ ഈ ആണും പെണ്ണും ഒരുമിച്ച് ചെയ്യുന്നതിൽ പോലും നെഗറ്റീവ് കാണുന്നൊരു സംഭവമാണ് കേരളത്തിൽ. അല്ല, പറയട്ടെ ഞാൻ മുൻപിൽ. അതായത് അപ്പോൾ അത്തരത്തിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു പ്രണയിതാക്കൾ എന്ന രീതിയിൽ ഇവർ ജീവിച്ചു പോകുന്നു. അവരവരുടെ ഇഷ്ടത്തിനുള്ള ഇഷ്ടാനുസരണം അവരെന്തായാലും വൃത്തികേടൊന്നും കാണിക്കുന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാണുമ്പോൾ ചേച്ചിക്ക് എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു മോശം തോന്നുന്നതെന്നാണ് എൻ്റെ ഒരു, കാരണം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സ്വാതന്ത്ര്യം ഉണ്ട്, പക്ഷേ അതിസ്വാതന്ത്ര്യം എടുക്കാൻ പറ്റില്ല. പറയൂ. അതിസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കല്യാണം കഴിച്ചു ഇല്ലേ? ഇപ്പൊ ഞാനും കല്യാണം കഴിച്ചിട്ടില്ല. അവര് ഇവരല്ല കല്യാണം കഴിച്ചത്, അവ പോയിട്ട് ആദ്യം കല്യാണം കഴിച്ചില്ലേ? കല്യാണം കഴിച്ചില്ലേ? കല്യാണം കഴിക്കാൻ നീ എന്തെന്നെ അച്ഛൻ അമ്മ എന്നൊക്കെ പറയും. അത് വന്നിട്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇത് ക്രോസ് ചെയ്തിട്ട് വന്നവളാണ് അല്ലേ? എനിക്കും ഇതുപോലെ കല്യാണാലോചനയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വേണ്ടാന്ന് പറയണത് നമ്മുടെയാണ്. എന്ത് പേടിച്ചിട്ട് നമ്മൾ ഒരാളുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരാളെ കൊണ്ടുവന്നിട്ട് ആ ഒരു തെറ്റാണ് ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ജീവിതം നമ്മൾ നശിപ്പിക്കുക അല്ലേ? അത് എന്ത് വിധത്തിൽ നിങ്ങൾ അത് തന്നെയാണ് ആദ്യത്തെ ഡൗൺഫോൾ. ജാസിക്ക് ആ ഒരു പറയണു, ഞാൻ 9 വർഷമായിട്ട് ലവ് ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു ഇന്റർവ്യൂവിൽ കൊടുത്തു, 9 വർഷം ഞാൻ ലവ് ചെയ്തു എന്ന് പറഞ്ഞു. ഷക്കീലയുടെ പറഞ്ഞു. എന്നിട്ട് നടുവിൽ പറയാണ്, ഷക്കീല തന്നെ ചോദിക്കുകയും ചെയ്തു, എന്തുകൊണ്ടാണ് പിന്നെ ഈ ലവ് ചെയ്ത സമയത്ത് നീ കല്യാണം കഴിക്കാൻ പോയില്ലേ? അപ്പൊ അതുപോലെ ആശയ്ക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അതെന്തുകൊണ്ട് നീ സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നോക്കുന്ന സമയത്ത് സ്വാർത്ഥതയല്ലേ അത്? അപ്പോൾ തനിക്ക് കല്യാണം കഴിച്ചു വേണ്ടാന്ന് പറഞ്ഞു പോയി വന്നു അതൊക്കെ പറയാം. അപ്പോൾ ഒരാൾ പാർട്ട്ണർ കൂടെ ഉണ്ടാവുമ്പോൾ നിനക്ക് എങ്ങനെ തോന്നി ഒരാളെ പോയി കല്യാണം കഴിക്കാൻ? അതൊരു പെണ്ണിനെ അല്ലേ? അപ്പം എന്ത് പ്രേമാണത്? അപ്പം നിന്റെ കൺവീനിയൻസിന് നിനക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചിട്ട് വേണോ വേണ്ടയോ അതൊക്കെ വേറെ കാര്യം. അപ്പം തിരിച്ചു വരുമ്പോൾ അടി വാങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങളൊരാണാണ്, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ഇങ്ങനെയൊക്കെ അടിച്ചു, നിങ്ങൾ തിരിച്ച് അവളുടെ അടുത്ത് പോവോ? എത്ര പ്രണയിച്ചാലും പോവോ? സോറി പറഞ്ഞാലും പോവോ? ഇല്ലല്ല. ആണുങ്ങളുടെ ഈഗോ ആണുങ്ങളുണ്ടാവും. പിന്നെ തീർച്ചയായും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അഭിമാനം ഉണ്ടല്ലോ. ഇപ്പൊ എന്നെ അടിച്ചാലും ഞാനും പോവില്ല, പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും. ആ ഒരു കാര്യത്തിൽ അതും അത്രയും പബ്ലിക്കായിട്ട് എന്തിനാ പറയാൻ പോയേ? അത് തെറ്റല്ലേ? അതും കഴിഞ്ഞ് പിന്നെ ഇവർ തമ്മിൽ ചേർന്നോട്ടെ, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ ചേർന്നിട്ടും ആൾക്കാർ മുഴുവനും എന്തൊക്കെ വീഡിയോകളാണ്, ആരൊക്കെ ഇവരെ ട്രോൾ ചെയ്തിട്ടാലും എന്തിട്ടാലും എന്തൊക്കെയോ വൃത്തികെട്ട പിന്നെ റീലുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നില് തന്നെ എന്തോ തൻ്റെ പിന്നാലെ ആരോ ആനസെക്സ് ചെയ്യുന്ന മാതിരി, ദാറ്റ് ഇസ് ബാക്ക് സെക്സ് ചെയ്തിട്ട് തൻ്റെ ഫീലിംഗ് ഇങ്ങനെ കാണിച്ചിട്ട് അത് ആരോ ട്രോൾ ചെയ്ത് എന്തിനാ ഇട്ടാന്ന് എനിക്കൊന്നും അറിയില്ല. പക്ഷെ അങ്ങനത്തെ കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാ അങ്ങനത്തെ ഒക്കെ ഇടാൻ പോയി? അത് ട്രോൾ ചെയ്യാൻ നിങ്ങൾ ഇട്ട് കൊടുത്തത് കൊണ്ടല്ലേ മറ്റുള്ളവർ അതിനെ എടുത്തിട്ട് കൺവീനിയൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ആരും ഒന്നും എടുത്തിടാത്തത്? ചുളയുള്ള മാവിലെ കല്ലെറിയുള്ളൂ അല്ലെങ്കിൽ അയ്യോ, ഇതേ ഡാൻസിൽ എൻ്റെ അടുത്ത് ഇത് കുറേ ആൾക്കാർ പറഞ്ഞതാണ്. നിങ്ങൾക്ക് കുറേ കല്ല് വീഴുന്നത് പിന്നെ നിങ്ങളെ മാങ്ങയുണ്ട്, ഇതൊക്കെ പഴങ്കാലാണ്. അതൊക്കെ ആ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. അപ്പം ഇതിനും എന്ത് റിലേഷൻഷിപ്പിൽ എന്തിനാ അപ്പം മാങ്ങ എറിഞ്ഞ എന്തിപ്പോൾ ടാലൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, എനിക്കിപ്പോൾ എന്താ ഇവരിപ്പം സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ കുറച്ച്
ശ്രദ്ധിക്കപ്പെടുന്നു അല്ലെങ്കിൽ അറിയപ്പെടുന്നുള്ളത് കൊണ്ടാണോ അങ്ങനെ ഉള്ളത് എന്തില്ല. ഇപ്പൊ എനിക്ക് അവളെ കണ്ട് അസൂയപ്പെടണം. അവൾ പറയുന്നുണ്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് അസൂയ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ എങ്ങനെ ഇതാവുന്നത്. എനിക്ക് അവളെ കണ്ടിട്ട് അസൂയപ്പെടണം. എന്താ എനിക്കില്ലാത്തത്? തെറ്റും ശരിയും നമ്മൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് പറയാൻ ധൈര്യം വേണം ആരായാലും. അത് പറയാത്തോളം അത് തെറ്റല്ലേ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ആൾക്കാർ വരാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. നിനക്ക് ആ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഈ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു എന്നെല്ലാം കുറേ ആൾക്കാർ ട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ജാസിയും ആശിയും മാത്രമല്ലല്ലോ തൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നത്, തനിക്കും വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഒരു കൺവീനിയൻസ് റിലേഷൻഷിപ്പാണ്. ഇത് വന്നിട്ട് ഇപ്പോൾ എങ്ങനെ അറിയും, ഇപ്പോൾ നല്ലൊരു ഫ്രണ്ട്സ്, നല്ലൊരു റിലേഷൻഷിപ്പ്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തും വിട്ടുകൊടുക്കാം. ഇതുപോലെ എത്രയോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉണ്ട് അവരുടെ കൺവീനിയൻസിന്. ഇപ്പം ഞാൻ തന്നെ പറയാം, ഇത് പറയാൻ പാടാത്ത കാര്യമാണ്, ഞാൻ തന്നെ സത്യമായിട്ടും പറയാം. ഞാൻ ഇന്ന് പെണ്ണായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരു പാരൻ്റ് ഒന്ന് ചോദിച്ചു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു അറിയോ. എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങളെ വലിയ, ഞാൻ പെണ്ണായിട്ടാണോ, പെണ്ണായി മാറിയതിന് ശേഷം പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു എന്നെന്ത് ഇഷ്ടപ്പെടും, നോർമലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഇയാൾ ഇൻഡയറക്റ്റായിട്ട് പറയാണ്, അല്ല ഇഷ്ടമാണ്, അതേപോലെ എനിക്കും നിങ്ങളെ ഇഷ്ടമാണ്, നമുക്കൊരു ത്രീസം വേണമെന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിങ്ങി പൊട്ടിപ്പോയി. എനിക്ക് സത്യം പറ്റത്ത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ഇനി മുതൽ എൻ്റെ പടി കയറരുത്. നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? വേണ്ടപ്പെട്ട ആളും അറിയാവുന്ന ആളായിരുന്നു, എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ പാരന്റ്, സ്വന്തം സ്റ്റുഡൻറ്റിൻ്റെ പാരന്റ് എന്നെ ചോദിച്ച കാര്യം. ഇത് ഞാൻ പറയാൻ എത്രയോ പേർക്ക് പ്രൈവറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ പബ്ലിക് എന്തുകൊണ്ട് ഞാൻ ഇത് പറയണു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ ഉള്ളിൽ നടക്കുന്ന സമയത്ത് ഇവരിപ്പോൾ എന്താ ഹസ്ബൻഡ് വൈഫ് എന്താണെന്ന് നമുക്കറിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ റിലേഷൻഷിപ്പിൽ ടോപ്പ് ബോട്ടം എന്നൊക്കെ ഉണ്ട്. ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണാൻ നിങ്ങൾ രണ്ടാണുങ്ങളും ഭയങ്കര മച്ചോ ഒക്കെ ആയിട്ടുണ്ടാവും. മച്ചോ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ദറ്റ് ഈസ് വെരി പറയുന്നത്. ജാസിന്ന് മാത്രമല്ല, ജനറലി ഞാൻ പറയുന്നത്, ഇതിൽ അവർ മാസ്കുലിൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾ ആരാണ് പെണ്ണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കല്യാണം കഴിക്കണ്ടല്ലോ, അപ്പോൾ ഈ ഗേ ലൈഫിൽ കഴിക്കുന്നവർ, അപ്പോൾ ഇതിൽ നമ്മൾ രണ്ടുപേരും തുല്യമായിട്ട് കാണും. പക്ഷെ നമ്മൾ ചോദിച്ചാലല്ലാണ്ടോ പഴകിയല്ലാണ്ട് നമുക്ക് അവരെ അറിയില്ല, ആരാണ് ബോട്ടം ആരാണ് ടോപ്പ് എന്ന് നമുക്ക് അറിയില്ല. അപ്പം ഇതേപോലെ തന്നെ അതെങ്ങനെയാണ് അർത്ഥമാക്കുന്നത് ടോപ്പും ബോട്ടവും? ടോപ്പ് ബോട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണായിട്ട്, ദറ്റ് ഈസ് ഒരാൾ ടോപ്പ് എന്ന് പറയുന്നത് ഹീ ഈസ് ഇങ്ങനെ പറയുക. ഇപ്പോൾ ഒരാളിൻ്റെ ഇപ്പോൾ ആണാണല്ലോ സാധാരണ നമുക്ക് മേലെ നിൽക്കുന്നത്, പെണ്ണുങ്ങൾ താഴത്താണ് ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ അതാണ് ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറയുന്നത്. സോഫ്റ്റ്നെസ്, ഹാർഡ്നെസ്, ഇങ്ങനെയൊക്കെയാണ് ഇതിലെ ലാംഗ്വേജ് വരുന്നത്. അപ്പോൾ ഈ ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരാൾ ഒരു പെണ്ണിൻ്റെ കൂടെ കല്യാണം കഴിച്ചിട്ട് നീ എത്ര ദിവസം ജീവിച്ചു എനിക്കറിയില്ല, അത് കഴിഞ്ഞ് പിന്നെ ഒരാണിൻ്റെ കൂടെ ജീവിക്കുന്നുണ്ട്. അപ്പം എന്നിട്ടും മറ്റേ ലോകത്തിലുള്ള എല്ലാവരെയും നിങ്ങൾ ബൈസെക്ഷലാണ്, അതാണിതെന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പെർഫെക്റ്റ് ആണോ മറ്റുള്ളവരെ പറയാൻ? എത്രയോ ആൾക്കാരുണ്ട്, അവരൊക്കെ അവരവരുടെ ജീവിതത്തിൽ ഒന്നും പബ്ലിക്കായിട്ട് അവരുടെ ഭാര്യനെയോ കുട്ടികളെ ആരെയും കാണിക്കൊക്കെയാണ് അവർ കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പബ്ലിക് മുഴുവനും എടുത്ത് വെളിയിലിട്ടിട്ട് ആരും ഒന്നും പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അസ്ത്രം എന്താ? ട്രാൻസ്ജെൻഡർ. ഞാൻ ട്രാൻസ്ജെൻഡറായിട്ട് മാറിയത് ഒരു തെറ്റാണോ? ഈ ഒരു സിമ്പത്തി അസ്ത്രം ഇതാണ് ജനറലായിട്ട് ഇട്ടിട്ട് എല്ലാവരെയും ഞാൻ ട്രാൻസ്ജെൻഡറായിട്ട് മാറിയത് ഒരു തെറ്റാണോ? അപ്പോൾ അതൊരു ഷീൽഡായിട്ട് പിടിച്ചിരിക്കുക. പിന്നെ ഞാൻ ഓപ്പറേഷൻ ചോദിച്ചാൽ ചെയ്യുമെന്ന് പറയും, പിന്നെ ഒരു സ്ഥലത്ത് ചെയ്യില്ല എന്ന് പറയും. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ കണ്ട ദേഷ്യം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ചില ആൾക്കാർ നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അതിവിടെ മാത്രമല്ല മലേഷ്യയിൽ. പെണ്ണുങ്ങളായ ഇങ്ങനെ 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 നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഏത് പെണ്ണങ്ങനെ നടക്കണേ? പെണ്ണൊന്ന് കാട്ടാൻ വേണ്ടി നടക്കാൻ. പിന്നെ ഈ അഭിനയം, ഞാൻ ഡാൻസറാണ്, പക്ഷെ എനിക്കിപ്പോൾ കയ്യും കലാശമൊക്കെ കാണിച്ചിട്ട് കണ്ണക്കുരിട്ട് അതേ ഞാനേ എന്ത് ചാന്ത് പൊട്ടിലൊക്കെ കാണിച്ച ആ ഒരു എൻ്റെ അടുത്ത് ഇത്രയും ഞാൻ സംസാരിച്ചത് എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് നാച്ചുറലായിട്ട് വരണം. ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കൂടെ ഒരു 14 വർഷം ഒരാൾക്ക് ഇതുവരെയും ഞാനായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും. എൻ്റെ അങ്ങനെയാണ് കേട്ടോ. ഞാൻ എവിടെയും പോയിട്ട് തട്ടിയിട്ട് ഞാനിതാണ് പറയാൻ നടക്കില്ല.
എൻ്റെ അടുത്ത് ചോദിച്ചാൽ എസ് പറയും, ചോദിക്കാത്തവരോട് ഞാൻ പറയില്ല. അപ്പം എൻ്റെ ആൾ ഇതുവരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുമില്ല, എനിക്ക് അയാൾക്ക് അറിയുമെന്നും കൂടി എനിക്കറിയില്ല. നമ്മളെന്തിനീ വെറുതെ ഇത് വന്ന് മറച്ചിരിക്കേണ്ട കാര്യമൊന്നുമല്ല. ഇപ്പം ഞാൻ ജീവിതത്തിൽ ഒരു കുട്ടിയൊക്കെ ജനിപ്പിച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യമൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾക്ക് വന്നിട്ട് പിന്നെ കുട്ടി ഇപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് മുമ്പേ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ആണിൻ്റെ ജീവിതം പോവില്ല, ഇല്ല അവരുടെ ജീവിതത്തിൽ ഒരു കെട്ടപ്പേര് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ആണുങ്ങൾക്കാവട്ടെ ആരാവട്ടെ അവർക്ക് സ്വന്തമായിട്ട് അറിയും എനിക്ക് പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഈ സമൂഹത്തിന് വേണ്ടി കല്യാണം കഴിച്ചിട്ട് മുമ്പിലേക്ക് കാണിക്കുക. പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഈ കുറേ ആൾക്കാർ നമ്മുടെ ട്രാൻസ്ജെൻഡറിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് നിന്നാൽ നമുക്ക് അതിലൊരു പേര് കിട്ടും, മനസ്സിലായല്ലോ. അപ്പോൾ ഞാനൊരാണാണ്, അപ്പോൾ അതും കാണിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ കൂടെ നടത്തിയിട്ട് പോകുന്നുണ്ട്. ഞാൻ പെണ്ണാണ്, നീ ആണാണ്. പക്ഷെ ഇതിൽ ആരാണ് ആരാ പെണ്ണെന്ന് ദൈവത്തിനറിയാം. നമ്മൾ ആരാരുടെ ബെഡ്റൂമിലൊന്നും പോയി നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സത്യാവസ്ഥ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്തു, ജാസീനിയും ആശി എപ്പോഴെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആശി സംസാരിച്ചല്ലോ. സംസാരിക്കും. എന്തുപോലെ സംസാരിക്കും? കൂടുതൽ സംസാരിക്കുന്നത് കൂടുതൽ വിടും. ഏറ്റവും കൂടുതൽ സോഫ്റ്റ്നെസ് ആണ്. ആൻഡ് ഹി ഹാസ് ഹിസ് ഓൺ റിസർവ്ഡ്. ഇറ്റ്സ് എ വെരി റിസർവ്ഡ് ആയതുകൊണ്ട് തെറ്റെന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ലൗഡ് ആരാ? അതിലൊരു നാച്ചുറാലിറ്റി എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല. ഇപ്പോൾ തൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ എത്രയോ പേരുണ്ട്, അവർ വീട്ടിൽ അവർ ഹസ്ബൻഡിന് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അവർ തൻ്റെ ഭാര്യ മറ്റുള്ളവരുടെ അടുത്ത് ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഓപ്പണായിട്ട് റിലേഷൻഷിപ്പ് വെക്കാനും കൂടി അവർ സമ്മതിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എത്രയോ ഇങ്ങോട്ടും ഇതാകുന്നില്ലായിരിക്കും. ഈ ത്രീസ് എന്ന് പറയുന്നത് എന്തുട്ടാ? ഇതൊക്കെയാണ് വരുന്നത്. രണ്ടാമത് തന്നെ കൊച്ചിയിലൊക്കെ ഒരുപാടടുത്ത് വൈഫ് സ്വാപ്പിംഗ് നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. ഇതന്നെയാണ് ഞാൻ പറയണത് അല്ലേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ പലവരും ഞാൻ പറയണുണ്ട് കർമ്മ കർമ്മ കർമ്മ. ഇതെവിടുന്ന് വന്നതാണ് കർമ്മ? കർമ്മ ഈസ് ബൂമറാങ് എന്ന് പറയുന്നത്, കറങ്ങി വരണം. പക്ഷേ അത് പറയാനുള്ള ആൾക്കാരും തൻ്റെ കർമ്മ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും. മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതിന് മുമ്പ് താൻ പെർഫെക്റ്റ് ആണ്. അതാ പറയണത്. നമ്മൾ ഓരോരുത്തർ ചൂണ്ടുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ചൂണ്ടുന്നില്ലേ, 4 5 ഇങ്ങോട്ട് ഇല്ലേ? അപ്പോൾ ഞാൻ എങ്ങനെയാണ് പോയിട്ട് കർമ്മ ചുറ്റി വരും അപ്പോൾ താളെ നിങ്ങൾക്ക് തന്നെ ചുറ്റി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആൾക്കാരെന്ത് പറയും? അപ്പോൾ അതിന് സമയം വെയിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ആരെയും ഒരാളെ പറയണതിന് മുമ്പ് നമ്മൾ ഇങ്ങോട്ട് ആലോചിക്കുക. എറണാകുളത്ത് നമുക്കൊരു 12 മണി അല്ലെങ്കിൽ 1 മണിക്ക് ശേഷം എവിടെ പോയാലും എറണാകുളത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഉള്ളവർ തന്നെ പണം മേടിച്ചുകൊണ്ട് സെക്സ് വർക്കിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്. അവരോട് ചേച്ചിക്കുള്ള അഭിപ്രായം എന്താണ്? ശരി, അതിലൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്കൊന്ന് അറിയോ, ഈ ലോകത്തിൽ ഞാൻ ലോകം മുഴുവനും ചുറ്റിയിട്ടുണ്ട്, എല്ലാവരും അറിയാം. ഏറ്റവും കൂടുതൽ പൈസ ഈ പ്രോസ്റ്റിറ്റ്യൂഷനിൽ വാങ്ങുന്നവർ ട്രാൻസ്ജെൻഡറിനെ കാട്ടി ഇപ്പം മാറി. ഞങ്ങൾ ട്രാൻസ്ജെൻഡറിനെ കാട്ടിയും പിന്നെ പെണ്ണുങ്ങളും പ്രോസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവരെ കാട്ടിയും ഏറ്റവും കൂടുതൽ പൈസ ലോകത്തിൽ ഏറ്റവും കിട്ടുന്നവരാർക്കറിയോ? ആരാണ്? ഈ ഒരു കാറ്റഗറി ഉണ്ട്, ഷീ വിമൻ എന്ന് പറഞ്ഞിട്ട്. അതെന്താ അറിയോ? ഇല്ല. മേലെ ബ്രസ്റ്റ് വെച്ചിട്ടുണ്ടാവും, താഴത്ത് പീനസ് ഉണ്ടാവും. ഇവരാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ അവർക്ക് എന്ത് പൈസയാണെന്നറിയോ? ഇപ്പോൾ ചൂസ് ചെയ്യാൻ വരുന്ന ആൾക്കാരും കൂടിയിട്ട് ഇപ്പോൾ വെളിനാട്ടിലായാലും എല്ലാവിടെയും തന്നെ ഏറ്റവും കൂടുതൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രൈസ് ജാസ്തി. അപ്പോൾ അല്ല, എന്തെങ്കിലും കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണോ അതോ ചേച്ചിയുടെ ചുമ്മാ ഒരു അഭിപ്രായം പറഞ്ഞാണോ? നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയി നോക്കിക്കോളൂ. എന്താ പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എത്രയോ ആൾക്കാർ പാവങ്ങൾ, അവർക്ക് ബിസിനസ് ചില സമയത്ത് വരാൻ പറ്റും. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളെന്താ ഓപ്പറേഷൻ ചെയ്യാണ്ടിരിക്കാൻ? അല്ല കുട്ടി, അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്ര പൈസ കിട്ടില്ല. അതുകൊണ്ടാണോ പലരും ഇപ്പോൾ ഇവിടെ ഓപ്പറേഷൻ ചെയ്യാതെ ഇരിക്കുന്നതാണോ ചേച്ചി? ഇപ്പോൾ കൂടെ റീസെൻ്റ് ആയിട്ട് ഞാൻ കേട്ടു, ദാറ്റ് ഈസ് താഴത്തെ ടെക്സ്റ്റസ് മാത്രം റിമൂവ് ചെയ്യുന്നു, പീനസ് സ്റ്റില്ലുണ്ട്. അപ്പോൾ ഞാൻ നോക്കുന്നത്, ഇപ്പം ഞാനും ഇന്നലെ ഒന്നും അല്ലല്ലോ ഇതിൽ ചുറ്റി എല്ലാവരോടും പോകുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത്. എനിക്കിപ്പോൾ എല്ലാ വിധത്തിലുള്ള ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവർക്കും എല്ലാം ചെയ്തിട്ട് വേണം അറിയണം നിർബന്ധമൊന്നുമില്ല.
അപ്പം എന്നെ അടുത്ത് പറയുമ്പോൾ അപ്പോൾ നിങ്ങളതൊക്കെ ചെയ്തിട്ടാണോ ജീവിതത്തിൽ? എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എറണാകുളത്ത് ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ കണ്ണിൽ കാണുന്ന രീതിയിൽ ഒരു സ്ത്രീനെയോ ഒരു പുരുഷനെയോ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് കാണാൻ പറ്റില്ല. അവർ നടക്കുന്നുണ്ടാവും പല ഓയോ റൂമുകളിലോ അല്ലെങ്കിൽ പല ഹോട്ടലുകളിലോ എന്താണ്, അവർക്ക് ഫ്രീഡം ഉണ്ട്. അപ്പം ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി മാത്രമാണ് നമ്മൾ കണ്ണിൽ കാണുന്നത്. അപ്പോൾ അത് അവർ നോക്കുന്നവർക്ക് അത് പറയണത് ആക്ച്വലി അവർ ഫുള്ളായിട്ട് മാറിയവർ മാത്രമല്ല, ഈ പകുതിയായിട്ടുള്ള ആൾക്കാരില്ലേ, അവരൊക്കെ തന്നെയാണ് ഈ നിൽക്കുന്നത് റോട്ടിൽ. എന്താ പറഞ്ഞാൽ അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പൈസ വേണം. ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനെ ഇകഴ്ത്തിക്കൊണ്ടും നല്ല രീതിയിൽ കാണിച്ചുകൊണ്ട് ഒരുപാട് സിനിമകൾ ഇന്നിപ്പോൾ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. മായാമോഹിനി അതൊരു കോമഡി രീതിയിലാണ് അത് കാണിച്ചത്. എന്നാൽ ഞാൻ മേരിക്കുട്ടി എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട് നമ്മുടെ ജയസൂര്യയുടെ. അപ്പോൾ ഞാൻ സിംഗപ്പൂരിൽ ഉണ്ടാവുന്ന സമയത്ത് ഈ മൂവിയുടെ റിലീസിൻ്റെ മുമ്പ്, പബ്ലിസിറ്റിയുടെ മുമ്പ് എനിക്ക് ഒരു കോൾ വന്നു. ജയസൂര്യ വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് അവരുടെ സിസ്റ്ററും സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും അവിടെ സിംഗപ്പൂരാണുള്ളതെന്ന്. അപ്പോൾ അവർക്ക് ഇവിടെ എന്താണ്, ഞാൻ അവിടെ സിംഗപ്പൂരിൽ ഒരു സെലിബ്രിറ്റി ആണല്ലോ എനിക്ക്. അപ്പോൾ എല്ലാ മലയാള കമ്മ്യൂണിറ്റിയിലും എല്ലാവർക്കും എന്നെ അറിയും. അപ്പോൾ അവർ നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ മൂവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മൂവി ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായവും കാര്യം, ഞാൻ ഇതുപോലെ വന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു ചെറിയൊരു റീൽ ഇടണം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇത് ചെയ്യണം, പബ്ലിസിറ്റിക്കും കാര്യത്തിനും എനിക്ക് അറിയണം കുറച്ചും കൂടി നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്, സോ ദാറ്റ് എനിക്ക് ഇനിയും കൂടുതലായിട്ട് ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എനിക്ക് സെർവ് ചെയ്യാൻ എനിക്ക് ഈസി ആവുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ലാസ്റ്റ് മിനിറ്റ് അവർ എയർപോർട്ടിലാണ് പോയി കണ്ടത്. പക്ഷെ എയർപോർട്ടിൽ കണ്ടിട്ട് എന്നെ ഫോട്ടോ എടുത്തിട്ടാണ് അവർ പോസ്റ്റ് ചെയ്തത്. എൻ്റെ പേര് എന്നിട്ട് ഞാൻ ഇവിടെ അവരുടെ പ്രിവ്യൂവിന് എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ വന്നിരുന്നു ഇവിടെ. പക്ഷെ ഇവിടെ പ്രിവ്യൂവിന് വന്നപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മീഡിയയോട് ഭയങ്കര സങ്കടം തോന്നിയിട്ടോ. എന്നെ ഇവിടെയുള്ള ആരും എന്നെ സംസാരിക്കാനേ വിടുന്നില്ല. ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിനും ഞാൻ പോയിരുന്നു, ഒരു TV ഇതിന് വേണ്ടിയിട്ട്, അതിന് ഞാൻ സംസാരിച്ചു. ജയസൂര്യ ഉണ്ടായിരുന്നു, സംസാരിച്ചു. പക്ഷേ എനിക്ക് ഇവരാരും, ഒരു മീഡിയക്കാരെ എൻ്റെ അടുത്തേക്ക് വരില്ല. എന്താ പറഞ്ഞാൽ അവർക്ക് താടി, മീശ, ഇങ്ങനത്തെ റഫ് ലുക്ക്, ഒരു എന്താ പറയുക, ഈ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ റഫ് ലുക്ക് ഉണ്ടല്ലോ, ഒരു ട്രെൻഡെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന പോലെയുള്ള, അവരവരുടെ അടുത്ത് മാത്രമേ പോകുന്നുള്ളൂ. നമ്മളെയൊന്നും ഒരു ആ വകയിൽ തന്നെ അപ്പം ഇവരെ വിചാരിച്ചിട്ടുണ്ടാവും, ആരാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇതൊരു പെണ്ണാണോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ആരുടെയും പോയിട്ട് അവർക്ക് ഇനിയിപ്പോൾ എന്താ വല്ല കെട്ടപ്പേരും വരണ്ട, അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. പക്ഷേ എനിക്കിത് സങ്കടം ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ എനിക്ക് എൻ്റെ കേരളത്തിൽ ഞാൻ ജനിച്ചിട്ട് ഇന്നൊരു സീനിയറായിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യത്തിന് ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പം അതെനിക്കൊരു അതിനുള്ള അവസരമാണ് നമ്മൾ ഇതിലൂടെ തുറന്നു വന്നിരിക്കുന്നത്. അതിന് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ശരിക്കുള്ള ഒരു നിങ്ങളുടെ ഈ ഇപ്പം നടത്തിയ കുറേ ഇൻ്റർവ്യൂകളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാൻ സമ്മതിച്ചത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ആൾക്കാർക്ക് ഇന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ തെറ്റിദ്ധാരണ, ഈ മലയാളത്തിൽ സംസാരിച്ചാൽ മാത്രമേ മലയാളി കേൾക്കില്ലൂ കേട്ടോ. ഞാൻ തമിഴിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, പലതിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഡാൻസിനെ സംബന്ധിച്ച് സംസാരിച്ചു എന്നല്ലാണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എവിടെയും എന്നെ ഓപ്പൺ ആക്കിയിട്ട് ഇതാണ് ആദ്യമായിട്ട് ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാൻ ഇത്രയും ധൈര്യത്തിൽ ഞാൻ വന്നത്. എന്താ പറയോ, ഉലകത്തിനെ നന്നാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പുതപ്പെടുത്ത് മാറ്റണം. ഞാൻ ഇത്രയും കാലം ഇരുന്നു, ഇപ്പോൾ ഇനി ഞാൻ ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. എന്താ പറയുക, നമ്മളൊരു സീനിയറാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ കേരളത്തിൽ ജീവിക്കാൻ പോകണമെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഇപ്പം നിലവിൽ നിൽക്കുന്ന ഉച്ചനീചത്വങ്ങളെയും ഈ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ചേച്ചിക്ക് കൃത്യമായിട്ടൊരു ബോധമുണ്ട് അല്ലേ? അതിനെ എടുത്ത് മാറ്റണം ചേച്ചി. പറയുന്നത് പുതിയ ആൾക്കാർ ടെക്നിക്ക് എന്താണ്, അവർ എങ്ങനെയാണ് കക്കുക ഇപ്പോൾ പറയുന്ന ഉണ്ടല്ലോ, അതുപോലെ എങ്ങനെയാണ് ഇപ്പോൾ ഈ മീഡിയയിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓഡിയൻസിന്, അതായത് പബ്ലിക്കിന് എത്തിക്കാന്നുള്ളതാണ് ആൾക്കാരിൻ്റെ ഈ പോക്ക്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു ട്രാൻസ്ജെൻഡറിന് 14 ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു ഓപ്പറേഷൻ, 2 ഓപ്പറേഷനെ ഞാൻ ചെയ്തിട്ടുള്ളൂ. മൂക്ക് എല്ലാവരും വന്ന് പറയും, നിൻ്റെ മൂക്ക് എന്താ എത്ര പെർഫെക്റ്റ് ആയിരിക്കണം. ഞാൻ പറഞ്ഞു അതെനിക്ക് ദൈവം തന്നതാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഏത് പെണ്ണുങ്ങളാണ് 100% പെർഫെക്റ്റ്? ഈ ഒരുപാട് പെർഫെക്റ്റ് ആക്കുന്നത് കൊണ്ടല്ലേ ഇവർ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കുറവ് വേണം. ഇപ്പം എന്നെ ഇത്രയും കണ്ടുപിടിക്കുന്നത് എന്തുകൊണ്ടറിയോ, ഒന്ന് എൻ്റെ ശബ്ദം, എനിക്ക് ഫേക്ക് ശബ്ദം എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഞാൻ യൂറോപ്പിൽ പോയാൽ ദിസ് ഈസ് എ സെക്സി സൗണ്ട്. നമ്മുടെ ആക്ട്രസസ് എത്രയോ പേരുണ്ട്,
ഇപ്പം എന്നെ പലവരും പറയും ശ്വേതാ മേനനെ പോലെ ഉണ്ടെന്ന് പറയും, ശോഭനനെ പോലെ ഉണ്ടെന്ന് പറയും. ഇതെല്ലാം കേരളത്തിൻ്റെ ഉള്ളിൽ ഒരു ആക്ട്രസസിൻ്റെ ഒരു ലുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളാരും ഏത് ട്രാൻസ്ജെൻഡർ ആയാലും എത്ര ആയാലും തന്നെ ശരി, ഒരു ആക്ട്രസിൻ്റെ പിന്നെ ഇപ്പം ഞാനും ശോഭനയും ഒക്കെ ഒരു വേദിയിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതാ പറയണത്, ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രോപ്പർ മെസ്സേജ് കൊടുക്കണം. ഇപ്പോൾ ആർക്കെങ്കിലും ഞാനിപ്പോൾ ഇതിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. എനിക്കറിയുന്ന കാര്യം ഇപ്പം ഞാൻ നാളെ പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്തിനിവിടെ വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും, സിംഗപ്പൂരിൽ നല്ല ജീവിച്ച് വീടുണ്ട് എല്ലാം ഉണ്ട്, എന്തിനാണ് കുട്ടി ഇവിടെ വന്നത്, കുട്ടിക്ക് എന്തിനാ. എൻ്റെ അടുത്ത് ഒരു ട്രാൻസ്ജെൻഡർ അല്ല, അവരൊരു നല്ലൊരു ഡാൻസറാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. ഇതൊരു നല്ലൊരു ചോദ്യമാണ് കേട്ടോ. അവരൊരു മോഹിനിയാട്ടം ഡാൻസറാണ്. അപ്പോൾ അവർ ചോദിച്ചു, മാലിക എന്തിനാണ് മാലികനെ ട്രാൻസ്ജെൻഡർ എന്ന് പറയാണ്? ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ ട്രാൻസ്ജെൻഡർ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഞാനൊരു സ്ത്രീയാണെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താ പറഞ്ഞാൽ എനിക്ക് അംഗീകാരം കിട്ടിയത് ഞാൻ മാറിയതിന് ശേഷം എനിക്കൊരു പെണ്ണെന്നുള്ളൊരു അംഗീകാരം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇന്ന് ഞാനൊരു അക്കട പക്കട ആണിൻ്റെ കൂടെ ഞാൻ പോവില്ല. എനിക്ക് ഒരു കണ്ണിൽ കണ്ടിട്ട് ഒരാണ് അഥവാ ബെഡിൽ വന്ന് കിടന്നാലും അവൻ ഒരു അക്കട പക്കടയാണെങ്കിൽ ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കും. എന്താണ് ഈ അക്കട പക്കട? അതെന്താണ് ഈ അക്കട പക്കട? ഇവിടെയും അല്ല അവിടെ ഇല്ലാത്ത ഒരാളാണ്. ഈ ചില ആൾക്കാരുണ്ട് കേട്ടോ, അവർക്ക് ട്രാൻസ്ജെൻഡർ എങ്ങനെ ഉണ്ടാവും എന്തുണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചില ആണുങ്ങളായിട്ട് നടിച്ചിട്ട് വന്നിട്ട് നമ്മുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്കാർ ചിലപ്പോൾ അവരിനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, നമുക്കറിയില്ലേ. അപ്പോൾ ഇവർ നടക്കുന്ന വിധം, കാര്യം, സംസാരം എല്ലാം വെച്ചറിയപ്പോൾ അവരെയൊന്നും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും നമ്മൾ ഏതൊരു കാലത്തിലും അവരടുത്തിരുത്താൻ തന്നെ നമ്മൾ ആലോചിക്കും. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ നമ്മളോട് ഫ്രണ്ട്ഷിപ്പല്ല. പക്ഷെ അതേ ഒരു സ്ട്രെയിറ്റ് ആണാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഒരു കാലത്തിലും നമ്മളെ ഒരു കാറ് തുറന്നു തരുന്നതിലും ഒരു ആണിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അത് യൂറോപ്പിൽ പോകുമ്പോൾ ഒരു ഡേറ്റിങ്ങിന് പോയാൽ നമുക്കറിയും. ഇവിടെ ഇപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. പക്ഷെ ഒരു ശരിക്കുള്ള ഒരാണ് പോയിട്ടുണ്ടോ യൂറോപ്പിൽ ഡേറ്റിങ്ങിന്? എൻ്റെ ആള് ഡേറ്റ് ചെയ്തിട്ടല്ലേ ഞാനുള്ളത്. പിന്നെ അല്ലാതെ ഡേറ്റിംഗ് ഒന്നും പോയിട്ടില്ല. ഡേറ്റിംഗ് ഒന്നും എനിക്ക് അങ്ങനെ ഒരു വയസ്സായി. പിന്നെ രണ്ടാമത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, പേരും പുകഴും ഒക്കെ എടുക്കാം. ഇപ്പോൾ വലിയ വലിയ ആക്ടറുണ്ട്, ആക്ട്രസസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ ഈ വായി തോന്നിയതൊന്നും എല്ലാവരെയും വിളിച്ച് പറയാൻ പറ്റില്ല. ഇവർ പറയും, ഹോട്ടലിൽ പോയാൽ നമുക്ക് സെക്സ് ചെയ്യാം, ഇവിടെ പോയാൽ സെക്സ് ചെയ്യാം എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. നിങ്ങൾക്കൊന്ന് മനസ്സിലാവുമോ? ഈ കോറിഡോറിൽ നിന്ന് എത്ര ക്യാമറ ഉണ്ടെന്നറിയോ? എല്ലാ ഹോട്ടലിലും ക്യാമറ ഉണ്ട്, വലിയ വലിയ ഹോട്ടലിൽ എന്തായാലും ഉണ്ട്. റിസപ്ഷനിൽ നിന്ന് വരും. നമ്മൾ ഉള്ളിൽ കയറുന്ന സമയത്ത് നമ്മളവർ കാണുന്ന വിധത്തിൽ നമ്മുടെ റെപ്യൂട്ടേഷൻ അതുപോലെ വേണം വെളിയിൽ പോകാൻ. നമ്മൾ കണ്ടവരൊക്കെ കൊണ്ടുവന്നിട്ട് റൂമിൽ കയറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മുടെ റെപ്യൂട്ടേഷൻ പോയില്ലേ? ആ റെപ്യൂട്ടേഷൻ കിട്ടാൻ പറ്റുമോ തിരിച്ച്? അതാ പറയണത്, നമ്പർ 1 ആവാൻ വലിയ ഡിഫിക്കൾട്ടല്ല, പക്ഷെ മെയിൻറ്റെയിൻ നമ്പർ 1. ഇപ്പോൾ സോ കോൾഡ് മോഹൻലാൽ ആവട്ടെ, മമ്മൂട്ടി ആവട്ടെ. മമ്മൂട്ടി എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ അരങ്ങേറ്റത്തിന് വന്നിട്ടുണ്ട്. മമ്മൂട്ടി പക്ഷേ അന്നാണ് ഞാൻ എൻ്റെ കൂടെ ഫോട്ടോ എടുത്ത ഒരു ഫോട്ടോ ഉണ്ട് മമ്മൂട്ടിയുടെ കൂടെയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് മമ്മൂട്ടി ഇത്രയും തള്ളി നിന്നിട്ട് ഇങ്ങനെ എന്താ നമ്മളെയൊക്കെ ഒന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താ പറഞ്ഞാൽ, ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ടാണോ എൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നത്, അങ്ങനെ എനിക്കൊരു മനസ്സിലൊരു ഭയങ്കരമായിട്ട് തോന്നി. പക്ഷെ സത്യം പറഞ്ഞത് അതല്ല. അവർക്കൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്, ഒരു സർട്ടൻ പ്രോട്ടോക്കോൾ ഉണ്ട്. അതാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഏത് പെണ്ണുങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്തും അവർക്ക് ഇത്ര ഡിസ്റ്റൻസ് വെച്ച് നിൽക്കണം, ഇങ്ങനെ നിൽക്കണം എന്നുള്ളത് എല്ലാ ആക്ട്രസസിനും പബ്ലിക്കലി നമുക്ക് ചെയ്യാനുണ്ട്. ആക്ടറായാലും എസ്പെഷ്യലി അതുണ്ട്, ഓഫ്കോഴ്സ്, ഞാനില്ല എന്ന് പറയില്ല. പക്ഷേ അവരെ പോലെ ഒരു ട്രൂ ആർട്ടിസ്റ്റ് ഫുൾ പ്രോഗ്രാം അവിടെ ഇരുന്ന് ലൈവ് ചെയ്ത് വീട്ടിൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും കാണിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത് അങ്ങനെ ഒരു മമ്മൂക്കനെ ഞാൻ പിറ്റേ ദിവസം പാടിയ അത്ര ആൾക്കാരെയും വിളിച്ച് ഓരോരുത്തരെ വിളിച്ചിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റിനും എന്നോടും സംസാരിച്ചു. അപ്പോൾ നമ്മുടെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ അപ്പോൾ തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രോഗ്രാമിന് വന്നിരുന്നത്. പക്ഷെ ആള് ഓരോരോ കാര്യങ്ങളും പറയുന്ന സമയത്ത് എക്സ്പ്രഷനെ കുറിച്ചിട്ടും അപ്പോൾ അതാ പറയണത്, നിങ്ങൾക്ക് ഡാൻസ് അറിയണമെന്ന് നിർബന്ധമില്ല, അവർക്ക് ആക്ടിങ് അറിയും. ഡാൻസ്
ഭരതം എന്ന് പറയുന്നത് ഭാവരാഗ താളമാണ് അല്ലേ? ഭാവവും വേണം, താളവും ഉണ്ടാവണം, രാഗവും ഉണ്ടാവണം. ഇത് മൂന്നും കൂടി ചേർന്നാലേ ഒരു നാട്യം ശോഭിക്കാൻ പറ്റുള്ളൂ. ഏതും, അത് ഡപ്പാങ്കുത്തായാലും തന്നെ ശരി, കുട്ടികൾ കളിച്ചാലും വലിയവർ കളിച്ചാലും ആര് കളിച്ചാലും ഇത് മൂന്നും ഇല്ലാണ്ട് കളിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആർക്ക് എന്തറിയും? ഒന്നും അറിയില്ല. അപ്പോൾ അതുപോലെ ഇത്രയും നോളേജുള്ള ഒരാളാണ്. അപ്പം ഞാൻ പഠിച്ചു, ഓക്കെ, നമ്മൾ എവിടെ പോയാലും ഇങ്ങനത്തെ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം നമ്മൾ നിൽക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ റെപ്യൂട്ടേഷൻ നമ്മൾ എടുത്തു വെക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ട്രാൻസ്ജെൻഡർ ആയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടികൾ, സ്റ്റുഡൻസിൻ്റെ അച്ഛനമ്മമാരോട് ഞാൻ തുറന്നു പറഞ്ഞു. ഒരു ദിവസം മുഴുവനും ഞാൻ, അതും ഒരു അച്ഛന്മാരെയും ഞാൻ വിളിച്ചില്ല, ഫുൾ അമ്മമാരെ മാത്രം വിളിച്ചിട്ട് ഞാൻ ഇതുപോലെ മാറാൻ പോവുകയാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് പഠിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ വേറെ ടീച്ചേഴ്സ് നോക്കി പൊക്കോളൂ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞിട്ട് എനിക്ക് 120 സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സിംഗപ്പൂരിലും ഞാൻ ടോപ്പ് ടീച്ചറും ആയിരുന്നു. ടോപ്പ് ലെവലിൽ നിൽക്കുകയാണ് കേട്ടോ. 39 വയസ്സെന്ന് പറയുന്നത് ശരിക്കുള്ളൊരു ടോപ്പ് ലെവലായിരുന്നു. അപ്പോൾ അവരാരും അത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്നു. പക്ഷേ ഞാൻ എന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഇനി അടുത്ത പ്രാവശ്യം നിങ്ങളുടെ എല്ലാ ഹസ്ബൻഡ്മാരോട് പറഞ്ഞോളൂ, ഇത് ഇത്രയും കാലം എൻ്റെ അടുത്ത് കുറച്ച് നല്ല നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊക്കെ എൻ്റെ അടുത്ത് ഒരു ആണിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ സംസാരിച്ചുകൊണ്ടിരുന്നവരുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അമ്മമാരോട്, ഇനി നിങ്ങൾ ആരെങ്കിലും കുട്ടികളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അച്ഛന്മാരെ മാത്രം അയക്കേണ്ട, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വന്ന് ചോദിക്കും. എന്നാൽ എനിക്ക് എൻ്റെ റെപ്യൂട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ അത് കേട്ടിട്ട് എത്രയോ അച്ഛന്മാർ സങ്കടപ്പെട്ടു. എന്താ ഞങ്ങളങ്ങനെ വിചാരിച്ചത്? അത് ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി അവരാരും ഞാൻ ദോഷിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ പാരാമീറ്റർ ഞാനാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോഴേ നമുക്ക് റെസ്പെക്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളിൻ്റെ അടുത്ത് എനിക്കൊരു ആണിൻ്റെ ബന്ധം എന്തായാലും വേണം. പിന്നെ എന്തിനപ്പോൾ ഈ കഷ്ടപ്പെട്ടിട്ട് പെണ്ണായത്? എനിക്കിപ്പോൾ ഇനി ഒരു പെണ്ണിൻ്റെ കൂടെ പോകാൻ എനിക്കെന്തിനാണ് ഇപ്പോൾ ഞാൻ പിന്നെ പെണ്ണായിട്ട് പെണ്ണിൻ്റെ കൂടെ പോകണോ? എനിക്ക് വേണ്ട, അക്കട പക്കടയും വേണ്ട. അപ്പോൾ അതുപോലെ ഇപ്പോൾ ശോഭന ചേച്ചിയുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ മമ്മൂക്കയുടെ കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ജയസൂര്യയുടെ അനുഭവങ്ങൾ പറഞ്ഞു. ശോഭന ചേച്ചിയായിട്ട് ഒരേ വേദിയിൽ നൃത്തം ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ട് ഇപ്പോൾ മലയാളി അസോസിയേഷനിലൊക്കെ അവർ വരും. അപ്പോൾ നമ്മുടെ സിംഗപ്പൂരിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോ എന്ന് പറയുന്ന സമയത്ത് വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഓരോരോ ഡാൻസ് ആയിട്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഞാനായിട്ടുണ്ടാവും ഓപ്പണിങ്, ചിലപ്പോൾ ശോഭന ചേച്ചി പറയും. ചേച്ചി എന്ന് പറയണോ എനിക്ക് അറിയില്ല, എൻ്റെ വയസ്സാണ് തോന്നണോ അറിയില്ല, ഇച്ചിരി പ്രായം കൂടുതൽ കാണും. പക്ഷെ എന്നാലും ഞങ്ങൾ അങ്ങനെ ചേച്ചി എന്ന് വരെ ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ശോഭന തന്നെയാണ് വിളിക്കാറ്. അപ്പോൾ ഒരു പ്രോഗ്രാം ഞാൻ എന്തൊരു മഹാനുഭാവിൽ ഒരു റീമിക്സിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവരുടെ മുമ്പിൽ ഞാൻ ഡാൻസ് ചെയ്തു, എൻ്റെ കുട്ടികളുടെ കൂടെ ഡാൻസ് ചെയ്തിട്ട് ഞാൻ വെളിയിൽ വരുമ്പോൾ ശോഭന വന്നിട്ട് സൈഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ പാട്ട് എവിടെ നിന്ന് എടുത്ത്? നന്നായിട്ടുണ്ടല്ലോ എന്നങ്ങനെ ഒരു കാര്യം. അപ്പോൾ അവരത് കഴിഞ്ഞിട്ടാണ് അവരൊരു കളിക്കോത്തം എന്തോ ചെയ്യാനാണ് വന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് ഷോനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അവരുടെ ആൻറ്റി പത്മിനി ഉണ്ടല്ലോ, അവർ ഞങ്ങളുടെ റിലേറ്റീവിൽ ഒരാളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കല്യാണത്തിന് വന്നപ്പോൾ പത്മിനിയും ഇങ്ങനെ അറിയും. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വൈജന്തിമാല സൂപ്പർ സ്റ്റാർ, അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നമുക്ക് റെപ്യൂട്ടേഷൻ, രേവതി ശങ്കർ, ഇവരൊക്കെ വന്നിട്ട് എൻ്റെ മെൻറ്റോഴ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് അപ്പോൾ എനിക്കിപ്പോൾ ഒരു സ്ത്രീയായി മാറണം എന്ന് പറഞ്ഞ് പെർമിഷൻ ചോദിച്ചാൽ എനിക്ക് അമ്മയില്ല. എന്നെ ഒരു അമ്മയുടെ സ്ഥാനത്തിലാണ് ഞാൻ വൈജന്തിമാല കാണുന്നത്. അപ്പോൾ അത്രയും എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ്. അവർ കൂടെ ഞാൻ ഒരേ വേദിയിൽ ഞാൻ കൃഷ്ണനായിട്ടും അവർ ആണ്ടാളായിട്ടും കളിച്ചതാണ്. അപ്പോൾ അതിലും ഒരു വലിയ ഇതുണ്ട്, അത് പറയാം ഞാൻ. അപ്പോൾ ഞാൻ ആദ്യം പോയി ഇത് പറഞ്ഞതുപോലെ എനിക്ക് ചേഞ്ച് ഓവർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവരാണ് എനിക്ക് സമ്മതം തന്നത്. അതേപോലെ അവരുടെ മകൻ്റെ കല്യാണം, അതിലാണ് ഞാൻ ആദ്യമായിട്ട് പട്ടുസാരി ഉടുത്ത് അത്ര ആക്ട്രസ് ഇൻക്ലൂഡിങ് എൻ്റെ കൂടെ ഒരേ ഒരു ആളിൻ്റെ ഫോട്ടോ മാത്രം ആരും തിരുടിയിട്ട് പോയി. ആരും കൂടെ അറിയാം, രജനീകാന്തിൻ്റെ. പക്ഷേ രജനീകാന്തിനെ പോലെ ഒരു ഡിഗ്നിഫൈഡ് മാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാനിവിടെ നിൽക്കുന്നത്, ഞാൻ ടോളല്ലേ, അപ്പം നിൽക്കുന്ന സമയത്ത് എന്നെ കണ്ടു. അവിടെ നിന്ന് ദൂരത്തുനിന്ന് ഇങ്ങനെ ക്രൗഡോടെ വരികയാണ്. എന്നെ കണ്ടിട്ട് അവിടെ നിന്ന് തന്നെ എന്നെ നോക്കി. അപ്പോൾ ഇവരെല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ വന്നു. അപ്പം ഞാൻ സമയത്ത്, സർ ക്യാൻ ഐ ടേക്ക് എ ഫോട്ടോ? ഷുവർ ഫോർ യു എന്ന് പറഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ക്യാമറാമാൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ആൾ കറക്റ്റായിട്ട് എടുത്തില്ല. അപ്പോൾ അത് എന്തോ പേശക, അപ്പോൾ ഒന്നും കൂടി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ചും പോയിട്ട്, സർ ആ ഫോട്ടോ நல்லா வரல, ஒன்று கூட முடியுமா? எத்தனை வேணா எடுத்துக்குங்கோ, வந்தா வந்து நிற்கிறேன்.
അങ്ങനെ വന്നിട്ട് എൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ, അതെനിക്ക് ദൈവദിനം കൊണ്ട് അത് കിട്ടണം. എൻ്റെ ആൽബത്തിൽ നിന്ന് ഒരാളത് അടിച്ചിട്ട് പോയി. എന്താ ഡയലോഗ് അല്ലേ അത്? എത്ര പാട്ടുകാരൻ വന്ന് ആമാ ഉങ്ങൾക്ക് എന്നാ ഇല്ല. അപ്പം ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ടല്ല, പക്ഷേ ആ ആൻറ്റിയുടെ കൂടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ പറയുക. അവിടെ വെച്ചിട്ടാണ് എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ ഗുരുക്കൾ, ഡാൻസിൻ്റെ എല്ലാ ടോപ്പ് ആൾക്കാർ, പിന്നെ കഴിക്കാനിരുന്നവർ അപ്പം ഞാൻ ഇട്ടിട്ട് പോയ ഡ്രസ്സിന് തന്നെ എന്നെ കമൻറ്റ് ചെയ്തിട്ട് ரொம்ப நல்லா இருக்கே உன்னோட സീല അങ്ങനെ ആൻറ്റി തന്നെ, ഞാൻ ആൻറ്റി എന്നാണ് വിളിക്കുക പിന്നെ വൈജന്തി മാലേനെ. അപ്പോൾ അന്ന് എന്നെ മാലികാന്ന് എൻ്റെ പേര് വെച്ചതിന് ശേഷം ഇതുവരെ എന്നെ തിരിച്ച് എൻ്റെ പഴയ പേര് വിളിച്ചിട്ടേ ഇല്ല. പഴയ എന്തായിരുന്നു പേരെന്തായിരുന്നു പഴയത്? ഗിരീഷ് പണിക്കർ. എൻ്റെ മാലിക ഗിരീഷ് പണിക്കരായിരുന്നു ആദ്യം പേരിട്ടത്. പിന്നെ ഗിരീഷ് ഹസ്ബൻഡാണോ ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു, ഗിരീഷ് പണിക്കർ മാത്രം ഇട്ടു. അപ്പോൾ അത്രയും വലിയ വലിയ ആൾക്കാരോട് നമ്മളൊരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് നമ്മളും നമ്മുടെ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, അങ്ങനെ പോകണം. അപ്പോൾ ഇനിയൊരു കാര്യമുണ്ട്. നുണ പറച്ച് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സത്യസന്ധമില്ലാത്ത കാര്യം നമ്മൾ പബ്ലിക്കിൽ വിളിച്ച് പറയാൻ പാടില്ല. നിങ്ങൾ ഒരു നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 10 നുണ അല്ലെങ്കിൽ 100 നുണ വെച്ച് കവർ ചെയ്ത് അപ്പോൾ എന്താ അറിയോ, നിങ്ങൾ ഒരു സ്ഥലത്തല്ല ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ കൊടുത്തു, ഇപ്പോൾ ഇത് കണ്ടിട്ട് ഇപ്പോൾ ആരൊക്കെയാണോ ഓൾറെഡി ചോദിച്ചത്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂ എനിക്കൊരു തുടക്കം വേണം. എന്താണ്, ഞാനും ആഗ്രഹിച്ചു. യെസ്, കാണുമ്പോൾ എനിക്ക് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതും എനിക്കും ആൻസർ പറയാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ആൻസർ കറക്റ്റായിട്ട് വന്നിട്ടില്ല. അതിപ്പോൾ സിമ്പത്തി ആവാം, കരച്ചിലാവാം, ആൾക്കാർ എങ്ങനെ വേണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മാസം ചുവന്ന എൻ്റെ അമ്മ തന്നെ ഇപ്പം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നീ മാറണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മാറിയിട്ടുണ്ടാവില്ല. അതാണ് എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റ്. എത്ര തന്നെ ആയാലും ഞാൻ കല്യാണം കഴിക്കാണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ ഞാൻ ഡാൻസും കളിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവും എന്നല്ലാണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ആശകൾ എങ്ങനെ അറിയും, ഇന്നും പറയും. ഇതുപോലത്തെ പട്ടുസാരികൾ വെട്ടി ഷെർവാണി തെച്ച്, അന്നത്തെ കാലത്തൊന്നും ആരും ആണുങ്ങൾ ഷെർവാണിയും ഇപ്പോഴത്തെ പോലെ ഇതൊന്നും ഇട്ടിട്ട്, ഞാൻ ഷെർവാണി പട്ടുസാരി 30 പട്ടുസാരി കാഞ്ചീപുരം പട്ടുസാരി വെട്ടിയിട്ട് ഷെർവാണി തെച്ച് ഷോൾ ഇട്ടിട്ട് ഞാൻ മ്യൂസിക് അക്കാഡമി ഇന്നും പറയും എല്ലാ ഡാൻസ് ടീച്ചേഴ്സും. അപ്പോൾ വന്തി അത് എന്നാ അഴകാ വന്നിരിക്കെ. ഒരാളും എന്നെ കളിയാക്കിയിട്ടില്ല. ദേ എക്സ്പെക്റ്റ് മീ ടു സീ, അങ്ങനെ എന്നെ കാണുന്ന. അപ്പം മാലയിടും, എല്ലാം ഇടും. എന്നെ ആരും, എൻ്റെ മുടി എന്നെ കണ്ടിട്ട് എത്ര പേരറിയോ. അപ്പം ഞാൻ ഒരാണായിട്ടുണ്ടായിരുന്നെങ്കിലും കൂടിയിട്ട് ഒരാളും എന്നെ വന്നിട്ട് പിന്നെ ഇത് ഒറിജിനലല്ല, അത്ര നീളത്തിൽ വളരാൻ എനിക്ക് ഡാൻസറല്ലേ, ഞങ്ങൾക്കൊക്കെ ഇതുപോലെ പിന്നീടണ്ടേ. പിന്നെ അതേപോലെ ഇനിയൊന്ന് പറയാം, എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം ഞാൻ സിംഗപ്പൂരിൽ ഒരാഴ്ച കൊണ്ടാണ് ഞാൻ ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഞാൻ തന്നെ ഫുൾ സ്ക്രിപ്റ്റും ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ വിത്തിൻ 1 വീക്ക് എൻ്റെ ടിക്കറ്റ് സോൾഡ് ഔട്ടായി. ഫുൾ ഹൗസ് ആൾക്കാർ വന്നു. എന്തിനാറിയോ വന്നത്, ഗിരീഷായിട്ട് കളിച്ച ഒരാൾ എങ്ങനെയാണ് ഫീമെയിലായിട്ട് കളിക്കാൻ പോകുന്നത്, അതിനെ വന്ന് എൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് എല്ലാവരും കരഞ്ഞുപോയി. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പടി ഇവളോ അഴകായിരുന്നേ, നീ ഇവളോ പെർഫെക്റ്റായിരുന്നേ. അപ്പോൾ ടി വിയിലും കൂടിയിട്ട് ഞാനൊരു ടി വി അവിടെ ഒരു ഡാൻസിൽ ധൂൾ എന്ന് പറഞ്ഞിട്ടൊരു വസന്തം ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ജഡ്ജായിട്ട് വരുമ്പോൾ ഇപ്പോൾ ഈ വരുന്ന നമ്മളെല്ലാവർക്കും ഡ്രസ്സിങ്ങിന് ഒരു കാറ്റഗറി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇടുന്ന എൻ്റെ മോതിരങ്ങൾ ഞാൻ ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് കാണാൻ തന്നെ ആ ഷോവിന് അത്രയും പിന്നെ ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അതും കാണുന്നവരെല്ലാവരും യങ്സ്റ്റേഴ്സ് മാത്രമല്ല, വയസ്സായവർ, ഹസ്ബൻഡ്, അങ്ങനെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഭാര്യമാർ തന്നെ, ഞാനിപ്പോൾ സ്ട്രീറ്റിൽ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്നെ കണ്ടിട്ട് നിങ്ങൾ മാലിക തന്നെ എന്ന് പറഞ്ഞു. ആമാ, ഹസ്ബൻഡ് മുമ്പിൽ പോണ്, உங்களுக்கு ரொம்ப പിടിച്ചവങ്ക, അതാ നിങ്ങൾ ഇഷ്ടപ്പെട്ട പിന്നെ ആർട്ടിസ്റ്റ് നിൽക്കണോ, ഒന്ന് സംസാരിച്ചൂടെ, ഒന്നൊരു ഫോട്ടോ എടുത്തുകൂടെ നിങ്ങൾക്ക്. വൈഫ് എന്നെ വിളിച്ചിട്ട് അവരുടെ കൂടെ ഫോട്ടോ എടുപ്പിക്കാന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് എത്ര റെസ്പെക്റ്റാണ് അവർ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഈ അനന്യ എന്ന് പറയുന്ന വ്യക്തി ചേച്ചി ഇപ്പം സ്വാഭാവികമായിട്ടും കുറേ രീതിയിൽ നമ്മളോട് ഈ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ മരണം സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ആ സർജറിയുടെ പേരിൽ മരണം സംഭവിച്ചു എന്നാണ് അറിയുന്നത്.
അതെന്താണ് ചേച്ചിക്ക് എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതിൻ്റെ അടുത്ത് യാതൊരു ഇതുമില്ല. ആക്ച്വലി എനിക്ക് ഒരുപാടൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് അവരുടെ ഓപ്പറേഷനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഓപ്പറേഷൻ ഒരു സക്സസ്ഫുൾ ആയിരുന്നില്ല. ഞാൻ പറയട്ടെ, ഇപ്പം എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, എനിക്ക് ഒരു ആണിനെ പെർഫെക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാനും എൻ്റെ ഓർഗൻസും കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ എനിക്കൊരു കോൺഫിഡൻറ്റ്, എനിക്കൊരു കണ്ടൻറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിലെല്ലാം കിട്ടി, നമുക്ക് എന്ത് വേണോ അത് കിട്ടി എന്നുള്ള ഒരു അതെന്നെ നിങ്ങളൊരു കോൺഫിഡൻ്റ് ആക്കും. എപ്പോൾ നിങ്ങളുടെ ഓപ്പറേഷൻ ഇത്രയും ബാഡായിട്ട് നടക്കുന്നോ അവർക്ക് ഇനി ഒരു ആണിൻ്റെ കൂടെ ഇപ്പം നമ്മൾ എത്ര തന്നെ ആയാലും വസ്ത്രങ്ങൾ പിന്നെ ഇട്ടിട്ട് മറച്ച് നമ്മൾ പോണതിലും ഒരു ബെഡ്റൂമിൻ്റെ ഉള്ളിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ ഉള്ളിലും ആ ഒരു ക്ലീൻ, ദറ്റ് ഈസ് ബോഡി ടു ബോഡി എന്നുള്ളത് നമ്മൾ പേഴ്സണലായിട്ട് ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഴകിയതിന് ശേഷം അവർ കുളിച്ച് നഗ്നയായിട്ട് വന്നാലും ഐ ഡോണ്ട് തിങ്ക് ഒരു ഹസ്ബൻഡിന് അതൊരു വൃത്തികേടായിട്ട് തോന്നും, ഒരു ഭാര്യയ്ക്കും അതൊരു വൃത്തികേട്. അവരൊന്നും ഇവിടെ വന്ന് കുടുംബത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ, ഫോറിനിലൊന്നും അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു ഇതും ഇല്ല. അവിടെ എല്ലാ ആൾക്കാർക്ക് അങ്ങനത്തെ അത് കണ്ടിട്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ അതെന്താ പറയുന്നത്, അത്രയും ട്രാൻസ്പെറൻസി വരണം നമുക്ക് നമ്മുടെ മനസ്സിൽ. അതൊരു ബന്ധത്തിൻ്റെ ഉള്ളിലല്ലേ വരുള്ളൂ. അതെന്തുകൊണ്ട് ആൾക്കാർ അത് മനസ്സിലാക്കാത്തത്? ബോഡി ഈസ് ജസ്റ്റ് ഇൻ എ ബ്യൂട്ടിഫുൾ, അതൊരു ബ്യൂട്ടിഫുൾ കാവിങ് ആണ്. ഇപ്പം മലമ്പുഴയിൽ ഇപ്പോൾ ഒരു യക്ഷി ഇരിക്കുന്നുണ്ട്, അവിടെ ഉണ്ട്, നമ്മൾ ആ കല്ലാണ് അതൊരു യക്ഷിയാണെന്ന് അറിയുന്നുണ്ട്. അപ്പം അതുപോലെ നമ്മൾ നോക്കുന്നുള്ളൂ. പക്ഷെ അതിന് വല കെട്ടാത്ത മുമ്പ് നമ്മുടെ ഈ തമ്മടത്തരം കളിച്ചിട്ട് കുടിച്ചിട്ട് പോയിട്ട് ആൾക്കാർ എന്തൊക്കെയൊക്കെയോ തോന്നിവാസം ചെയ്തതുകൊണ്ടല്ലേ അവരവിടെ വല കെട്ടേണ്ടി വന്നത്. ഇല്ലെങ്കിൽ എത്രയോ പേർക്ക് അതൊരു നാച്ചുറലായിട്ട് കാണേണ്ടതാണ്. അതാ പറയണത്, നമ്മൾ തന്നെയാണ് നമ്മുടെ ആന തൻ്റെ തലയിൽ മണ്ണ് വാരി ഇട്ടു എന്ന് പറഞ്ഞാൽ, ആന ഇടുന്നത് തൻ്റെ മേലത്തെ ഈച്ചയും പൂച്ചിയൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ടാണ്. നമ്മളെന്തിനായിട്ടാണ്? അല്ല, ഇതിൻ്റെ ഞാൻ ചോദിച്ചത് അപ്പോൾ എന്താ സംഭവിച്ചത് അങ്ങനെ ഒരു മരണത്തിന്? എന്താണ് ചേച്ചി അറിഞ്ഞത്? എന്താണ്? എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് തൻ്റെ ജീവിതത്തിൽ അത് പിന്നെ ഇതെന്നെ പറഞ്ഞില്ലേ, ഒരു ദേഹം തുറന്നിങ്ങനെ കാണിക്കും, ഇന്നൊരു ആണിൻ്റെ കൂടെ ജീവിക്കണം. അപ്പം അത് പ്രോപ്പറായിട്ടുള്ളൊരു ഓപ്പറേഷൻ ഉണ്ടെങ്കിലല്ലേ അവർക്കത് ജീവിക്കാൻ പറ്റും. പിന്നെ അതിൽ അത്രയും വേദന, സങ്കടം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാനാണ് ആ കുട്ടിയുടെ സ്ഥാനത്താണെങ്കിൽ സത്യമായിട്ട് ഞാനത് ഒരുപാട് എനിക്ക് ചെയ്ത ഓപ്പറേഷൻ ഇപ്പോൾ ഒന്നും വേണ്ട, പിന്നെ ശ്രീദേവിയുടെ അമ്മയുടെ ബ്രെയിനിന് ഓപ്പറേഷനോ ഏതോ ഒരു മാറ്റി വെച്ചില്ലേ അവർ, ഇവിടുത്തെ ഓപ്പറേഷൻ അപ്പുറത്ത് ചെയ്തിട്ട് മരിച്ചു പോയില്ലേ. അപ്പോൾ അതിനുവേണ്ടി അവർ പിന്നെ കോമ്പൻസേഷനൊക്കെ തന്നു. പക്ഷേ അതൊന്ന് ആലോചിച്ച് നോക്ക്, തെറ്റായാലും ഇറ്റ് ഇസ് വെരി സങ്കടം. എന്നിട്ട് ആ സർജറി ചെയ്ത് ഫ്ലോപ്പ് ആക്കിയ ആൾക്കെതിരെ നിയമ നടപടിയൊന്നും അവരാരും സ്വീകരിച്ചിട്ടില്ലേ? ഇത് ഇന്ത്യയാണ്, ഞാൻ സിംഗപ്പൂരാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇന്ത്യയിലത്തെ കാര്യത്തിൽ അതിന് പ്രൂഫൊക്കെ വേണ്ടേ? അല്ല, പ്രൂഫ് അവളുടെ ശരീരം തന്നെയല്ലേ പ്രൂഫ് ഉണ്ടാവാം. പക്ഷേ അതിന് ആ കുട്ടി അത്രയും കാലം ഇരുന്നില്ലല്ലോ. അതിനു മുമ്പ് തനിക്ക് മനസ്സിൽ ഭയങ്കര സൈക്കോളജിക്കലിയും ഫിസിക്കലിയും അവൾ മെൻ്റലിയും ഭയങ്കര അപ്സെറ്റായിട്ട് അവളൊരു ഈ ഒരു സ്റ്റെപ്പ് എടുക്കാണ്ടിരുന്ന് ധൈര്യമായിട്ട് ഫേസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മേ ബി അതിനൊരു ഇതുണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് എന്താ അറിയോ, അതാ പറയില്ലേ, പിന്നെ ഒരു മൃഗം ഇപ്പോൾ ഈ കടലിലും ഇതിലൊക്കെ വന്നിട്ട് ഒരാൾ പിന്നെ പെങ്ക്വിനായാലും ഒരാൾ വീണിട്ട് തൻ്റെ ഇരയായി പോയിട്ട് മറ്റുള്ളവരെല്ലാം പോയിട്ട് മീൻ പിടിച്ചിട്ട് വരും. അതുപോലെ ഇപ്പോൾ അനനെ കൊണ്ട് ഇപ്പോൾ ഉള്ള ആൾക്കാരെല്ലാവർക്കും നല്ല ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ബിഗ് ലോസ്, ഇറ്റ്സ് എ വെരി സങ്കടമാണ് അതായത് ആ കുട്ടിക്ക് നടന്നത്. പക്ഷെ നടക്കാൻ പാടില്ല. പക്ഷെ എന്താ പറയുക, സ്കേപ്പ് ഗോഡ് മാതിരി അവരെ ഒരു ഇതായിട്ട് യൂസ് ചെയ്യും. അത് ഡോക്ടർമാരുടെ അനാസ്ഥ ആയിരിക്കാം അല്ലേ, കൃത്യമായിട്ട് ആയിരിക്കാം. എനിക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഇവിടെ ഇല്ലല്ലോ. പിന്നെ ഓപ്പറേഷൻ ചെയ്ത ഒരു വ്യക്തി എന്ന രീതിയിൽ ചേച്ചിക്ക് മനസ്സിലാക്കാമല്ലോ, കൃത്യമായിട്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ലല്ലോ. എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ. ആ കുട്ടിയുടെ ഓപ്പറേഷൻസ് ഇപ്പൊ എത്രയോ പേര് എനിക്ക് ഓപ്പറേഷൻ ശരിയല്ലാത്ത. അപ്പൊ ഞാൻ ഇനി ഒന്നൊരു കാര്യം പറയാം. ഈ ആനസ് പിന്നെ സെക്സ് ചെയ്യുന്നത് എന്തുകൊണ്ട് നമുക്കത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെയും ഈ ആനസിൻ്റെയും ഇതിൻ്റെയും സ്കിന്നിൻ്റെ നടുവിൽ ഒരു സ്കിന്നേ ഉള്ളൂ കേട്ടോ, മുമ്പിലേക്കും പിന്നിലേക്കും കൂടിയിട്ട്. ഇപ്പം നിങ്ങൾ പിന്നിലാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ഈ ഇതിൻ്റെ തൊലി പൊട്ടിപ്പോയാൽ പിന്നെ നിങ്ങളുടെ മലം വരുന്നത് മുഴുവനും മുമ്പിൽ കൂടെ വരാൻ തുടങ്ങും. അതൊന്നും തിരുത്താനും പറ്റില്ല. ഓപ്പറേഷൻ ചെയ്ത് ചിരിച്ച് അതിനെ അവിടെ എന്താ സിമെൻ്റ് ഇടാൻ പറ്റുമോ?
ഒരു ബാർ ഓഫ് സ്കിന്നാണത്. അതുകൊണ്ട് അവർ ഡോക്ടേഴ്സ് സ്പെഷ്യലി പറയും. അപ്പോൾ അവർ പറയും പെണ്ണുങ്ങളൊക്കെ പക്ഷെ പെണ്ണുങ്ങളുടെ ഓർഗൻ വേറെയാണ്, അത് നാച്ചുറലാണ്, നമുക്ക് വെച്ച് ചെയ്തിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ആ സ്കിന്നിൻ്റെ ഒരേ ഒരു ഡിഫറൻസ് അതിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ഇതൊന്നും എഡ്യൂക്കേറ്റ് അറിയാണ്ട് ആൾക്കാർ പൈസയ്ക്ക് വേണ്ടിയിട്ട് പോയി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ചേ പറ്റുമോ. അതൊക്കെ കർമ്മ, അത് കർമ്മ. തെറ്റ് ചെയ്തവൻ ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കുന്നില്ല. അത് നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചതിന് എല്ലാത്തിനും ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പെണ്ണും നല്ല പെണ്ണുങ്ങളാരും അങ്ങനത്തെ ഒരു കാര്യം ചെയ്യില്ല. ഇല്ല അല്ലേ? ഇല്ല. അപ്പോൾ എന്തിനാണ് അത് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് അനുഭവിച്ചു. ഇപ്പോൾ നമ്മുടെ ഇസ്ലാമിക് കൺട്രീസിൽ ഗൾഫ്, ദുബായ് എന്ന് വേണ്ട എല്ലാ കൺട്രീസിലും LGBTQ കമ്മ്യൂണിറ്റിക്ക് വിലക്കാണ് അല്ലേ. LGBTQ കമ്മ്യൂണിറ്റി വേണ്ട, മഴവിൽ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തോട് ഒരു വിമുഖതയാണ്, താല്പര്യമില്ല എന്നുള്ളത് ഇസ്ലാമിക വീക്ഷണം കൊണ്ടാവാം, ഇല്ലെങ്കിൽ അവിടുത്തെ ഭരണകർത്താക്കളുടെ ചില തീരുമാനങ്ങളാവാം. അതിനെങ്ങനെയാണ് ചേച്ചി നോക്കി കാണുന്നത്? ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ചേച്ചിയുടെ നാട്ടിൽ സിംഗപ്പൂരിലും ഓൾറെഡി അല്ലല്ല അങ്ങനെയല്ല. ഞാൻ 14 വർഷമായിട്ട് എമിറേറ്റ്സിൽ ട്രാവൽ ചെയ്യുന്ന ഒരു മെമ്പറാണ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് എല്ലാത്തിലും ട്രാവൽ ചെയ്ത ഒരാളാണ്. അവിടെ എനിക്ക് വളരെ റെസ്പെക്റ്റ് തരാണ് ഒരു ആൾക്കാരാണ് എമിറേറ്റ്സ്. എൻ്റെ പാസ്പോർട്ട് ഫീമെയിലാണ്, ഞാൻ ഫീമെയിലായിട്ടാണ് അവരിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് വരെയും അവർക്ക് അറിയും എത്ര തന്നെ ആയാലും അവരാരാണ്. പക്ഷെ ഇതുവരെയും അവരെൻ്റെ അടുത്ത് ഒരു വിധത്തിലും തെറ്റായിട്ട് അവർ ബിഹേവ് ചെയ്തിട്ടില്ല. എന്നെ ഒരു വിധത്തിൽ അവർ കഷ്ടം തന്നിട്ടില്ല. എന്നെ അഥവാ അവർ എന്താ കിക്കിന്ന് അടിക്കുന്ന സമയത്ത് അവർ പെണ്ണുങ്ങളുടെ റാക്കിൽ പോയിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് പെർഫെക്റ്റായിട്ട് ഒരു കാര്യത്തിൽ ഉണ്ടാവണം. എൻ്റെ പാസ്പോർട്ടും അതുപോലെയാണ്. പക്ഷേ ഫീമെയിലാണ്. പക്ഷേ നിങ്ങൾ പിന്നെ അവിടുത്തെ ലോനെ നിങ്ങൾ തെറ്റിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്ത് നിങ്ങൾ ട്രാൻസ്ജെൻഡറായിട്ട് ദറ്റ് ഇസ് പീനസ് വെച്ചിട്ട് നിങ്ങളൊരു ട്രാൻസ്ജെൻഡർ ഫുൾ സർജറി ചെയ്യാണ്ട് നിങ്ങൾ ഫീമെയിൽ അല്ലാണ്ട് ഒരു പാസ്പോർട്ട് കൊണ്ട് മെയിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫീമെയിലിൻ്റെ ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് പോയാൽ അവിടെ സമ്മതിക്കില്ല, എന്തായാലും സമ്മതിക്കില്ല. പിന്നെ രണ്ടാമത് അവിടെ ചെയ്യുന്ന തെറ്റുകൾക്ക് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡ്രഗ്സ് സിംഗപ്പൂരിൽ കൊണ്ടുവന്ന ഇത്ര ഇതിൻ്റെ മേലെ കൊണ്ടുവന്ന ഹാങ്ങിങ് എന്നുള്ളത് കൺഫേം ആണ്. അത് എത്ര ഷണ്ട കൂടിയിട്ടും അവർ ഓസ്ട്രേലിയ ഗവൺമെൻറ് എന്ന ഒരാളെ എത്രയോ അവർ ഷണ്ട കൂടി കൊന്നില്ലേ. നിങ്ങളുടെ രാജ്യത്തിലേക്ക് നിങ്ങൾ ചെയ്ത കാര്യം അത് അവരുടെ നാട്ടിലത്തെ റൂളാണ്. പിന്നെ രണ്ടാമത് അവർക്ക് ഇതിന് നിറയെ സോഫ്റ്റ് കോർണർ ഉണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞും അറിയാം. പക്ഷെ നമ്മളത് ഓബ്വിയസ് ആയിട്ട് അതിന് പോയിട്ട് എടുക്കാൻ പാടില്ല. ഇപ്പോൾ ഞാൻ അറിഞ്ഞ വിധത്തിൽ പിന്നെ നീ ഒരു പെർഫ്യൂം സെല്ലറാണ്, നീ പെണ്ണിൻ്റെ വേഷം കെട്ടി, പക്ഷെ നീ ഉള്ളിൽ യു ആർ എ മാൻ സ്റ്റിൽ. ബട്ട് നീ അവിടെ പോയിട്ട് പെണ്ണുങ്ങളുടെ കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് റൂളിൽ തെറ്റാണ്. നീ എത്ര തന്നെ നീ ട്രാൻസ്ജെൻഡർ എന്നുള്ളത് ഇവിടെ വന്ന് പറയാം, അവിടെ പോയിട്ട് പറയാൻ പറ്റുമോ? അപ്പോൾ ഗവൺമെൻറ് ഇന്ന് ഒരാൾ ചെയ്താൽ നാളെ ഇതിന് പറഞ്ഞിട്ട് ഇനി ഒരാണ് ചെയ്യാൻ നിൽക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ആൾക്കാർ സ്ട്രീറ്റിൽ പോയിട്ട് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണുങ്ങൾ ഇതുപോലെ നിന്നിട്ട് അവർ ട്രാൻസ്ജെൻഡർ എന്നുകൊണ്ട് രാത്രി ആ സാരി ഉടുക്കും, ഷേവൊക്കെ ചെയ്തിട്ട് വന്ന് എത്ര ആൾക്കാർ അറിയോ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ജെൻഡർ. അപ്പോൾ അതാ പറയുന്നത് ഇവിടെയും അതുപോലെ തന്നെ എത്രയോ ആണുങ്ങളാണ് ഈ വേഷം കെട്ടി നിൽക്കുന്നത്. ശരിക്കുള്ള ഫുൾ ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമല്ല നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഒന്ന് പറയട്ടെ, പൊക്കി നോക്കാൻ പറ്റും എല്ലാവരെയും പോയിട്ട് അപ്പോൾ എന്ന് എടുത്തിട്ട് ഞാൻ ട്രാൻസ്ജെൻഡർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സെക്യൂരിറ്റി അതെന്താ പറഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് ലെവലിൽ അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യിപ്പിക്കണം. എന്നാൽ മാത്രമേ ഇതിനൊക്കെ നമുക്ക് കറക്റ്റായിട്ട്. ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ സർട്ടിഫിക്കറ്റ് കറക്റ്റാണ്. ഞാൻ എവിടെ കൊണ്ടുപോയി ഇപ്പം ഞാനിപ്പോൾ ലീഗലി എൻ്റെ പേര് മാറ്റുമ്പോൾ ഹൈക്കോർട്ടിൽ ഞാൻ ദ ഫസ്റ്റ് പേഴ്സൺ. എൻ്റെ എൻ്റെ പറഞ്ഞാൽ എനിക്കിവിടെ സ്വത്തൊക്കെ ഉണ്ട്, അത് മാറ്റണമെന്നില്ല ഇതിന് വന്നത്. ആർ യു എ വുമൺ ഓർ ട്രാൻസ്ജെൻഡർ? I am a woman. As a completely transform as a woman. And ഞാൻ വന്നിട്ട് കംപ്ലീറ്റ്ലി ഞാൻ പറയാം ഞാനൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ തന്നെയാണ്. എന്താ പറയുക, നമുക്കൊരു കുട്ടീനെ പ്രസവിക്കാത്തത് കൊണ്ട് ഞാനൊരു കംപ്ലീറ്റ് വിമൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. പക്ഷേ
അതല്ലാണ്ട് ബാക്കി എല്ലാ വിധത്തിലും ഞാനൊരു വിമനാണ്. അതുമല്ല, അങ്ങനെ ഇല്ലെങ്കിൽ ഒരു സിംഗപ്പൂർ ഗവൺമെൻറ് എനിക്ക് അങ്ങനത്തെ ഒരു സ്റ്റേറ്റസ് തരുമോ? തരില്ല. അപ്പോൾ അതുകൊണ്ട് ആ തന്ന സ്റ്റേറ്റസ് വിമനാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. തീർച്ചയായും. സോ ഞാൻ വിമനെ ഞാൻ പറയുള്ളൂ. അതെന്തല്ലെങ്കിൽ എൻ്റെ ഗവൺമെൻറ് ട്രാൻസ്ജെൻഡർ പറയാൻ പാടില്ല. താല്പര്യമില്ല. താല്പര്യം ഇല്ലാണ്ടല്ല, അത് എൻ്റെ കൺട്രി ലോ പ്രകാരം എഗെയിൻസ്റ്റ് ആണ്. അത് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് മൈ കൺട്രി അല്ലേ? അപ്പം ഞാൻ ഇവിടുത്തെ കൺട്രിയിൽ നിങ്ങൾക്ക് ഞാൻ ട്രാൻസ്ജെൻഡർ ആയിട്ട് ഇരിക്കാം. ഓക്കെ. അതെന്താണ്, നിങ്ങൾ ആൾക്കാരാണ് എന്നെ അങ്ങനെ ആക്കുന്നത്. ഞങ്ങളോടുകൂടെ ഇത്ര നേരം സമയം ചെലവഴിച്ചതിനും എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിച്ചതിനും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ഇൻ്റർവ്യൂവിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പലർക്കും അറിയാത്ത പല കാര്യങ്ങൾക്കും കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ ചേച്ചിയുടെ ഇൻ്റർവ്യൂവിലൂടെ കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നുണ്ടോ നാളെ ഉണ്ടാവില്ലോ എനിക്ക് അറിയില്ല. അപ്പോൾ എൻ്റെ ഉള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ഇത് നീ കാലകാലമായിട്ട് ഇരിക്കും. തീർച്ചയായിട്ടും ഇല്ലേ? പക്ഷേ ഞാനുണ്ടാവില്ല. പക്ഷേ ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു ഐക്കാവിൽ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ റെഫർ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടെന്നോ എന്നെ കൊണ്ട് അങ്ങനത്തെ ഒരു ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നിങ്ങൾ അവസരം തന്നതിന് വളരെ വളരെ സന്തോഷം. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ജീവിതത്തിൽ ഉയർന്ന വിജയം നേടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നന്ദി.